സ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. പ്രസന്നകുമാർ സാറിനെ പറ്റി രണ്ടു വാക്ക് പറയാം. അദ്ദേഹം SBTയിലെ ഒരു ഒഫീഷ്യലായിരുന്നു. ഒപ്പം തന്നെ മലയാള സാഹിത്യത്തിലെ വിമർശനത്തിലും കഥകളിലും നോവലെഴുത്ത്, വിമർശനം, അങ്ങനെ പല മേഖലകളിൽ ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. നമുക്ക് കോട്ടയം ജില്ലയ്ക്ക് മൊത്തം ഒരു അഭിമാനമാണ്. ഇവിടെ എന്ത് സാഹിത്യപരമായ സമ്മേളനങ്ങൾ നടന്നാലും അതിലെല്ലാം മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ ശ്രീമോളുടെ ആദ്യത്തെ കവിതാ സമാഹാരമായ സ്നേഹമന്ത്രണങ്ങൾ എന്നുള്ള കവിത ആദ്യം കാണിക്കുന്നത് സാറിനെയാണ്. ഒരു അവതാരിക എഴുതി തരുകയാണെന്നുള്ള ആ ഒരു റിക്വസ്റ്റുമായിട്ട് കൊടുക്കുന്നു. അദ്ദേഹം അതിന് കൊടുത്ത ഒരു അവതാരിക ശ്രീമോളെ വീണ്ടും വീണ്ടും എഴുതാൻ പ്രേരിപ്പിക്കുകയും സ്വയം ഒരു ഇതിലേക്ക് പൂർണ്ണതയിലെത്തുന്ന ഒരു അനുഭവത്തിലേക്ക്, സന്തോഷത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് വളരെയധികം കടപ്പെട്ടിരിക്കുന്നത് പ്രസന്നകുമാർ സാറിനോടാണ്. കാരണം അത്രയും ഹൃദയസ്പർശിയായിട്ട് അത്രയും ആഴത്തിൽ പഠിച്ച് ആ കവിതയ്ക്ക് നല്ലൊരു അവതാരിക എഴുതിത്തരികയുണ്ടായി. അതിനുശേഷം ഉൾഗീതങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ പുസ്തകത്തിനും അദ്ദേഹത്തെ നമ്മൾ സമീപിക്കുകയും വീണ്ടും അദ്ദേഹം അവതാരിക എഴുതുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ള ആ ഒരു കർമ്മത്തിന് അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും അദ്ദേഹം അത് ശിരസ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ മലയാള പുസ്തകം കൃഷ്ണപ്രേമ പ്രചരിവ എന്ന് പറയുന്ന സ്ത്രീയുടെ മലയാള പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കാനായിട്ട് ഞാൻ പ്രസന്നകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. അത് സ്വീകരിക്കാൻ ഏറ്റിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കോട്ടയത്തിൻ്റെ മറ്റൊരു അഭിമാനമായ കലാരത്നം ആർട്ടിസ്റ്റ് സുജാതൻ ചേട്ടൻ, എല്ലാവരും ലോകം മുഴുവൻ അറിയപ്പെടുന്ന മലയാള നാടകവേദിയുടെ ഏറ്റവും പ്രശസ്തനായ രംഗമണം ഒരുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തെ ആണ് ഈ പുസ്തകം സ്വീകരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നത്. ആദ്യം പ്രസന്നകുമാർ സാറിനെ സ്വീകരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ആർട്ടിസ്റ്റ് സുജാതൻ ചേട്ടന്, അടുത്തത് കിളിരൂർ രാധാകൃഷ്ണൻ സാറ്, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ അധ്യക്ഷനായിരിക്കുന്നത് കിളിരൂർ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ചെറുപ്പകാലം മുതലേ മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി കഥകളും നോവലുകളും 150ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പബ്ലിക്കേഷൻ കൂടെ ഉണ്ട്, ഗ്രാൻഡ് ബുക്സ് എന്നുള്ള പേരിൽ. അപ്പോൾ അതിൻ്റെ സംഘാടനത്തിലും അതിൻ്റെ ഇതിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ഹരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, കൊച്ചുമകൾ എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഇതിന് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പരിപാടിയിലേക്ക് ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ പുസ്തകം പ്രിന്റ് ചെയ്ത് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് ബുക്സ് ആണ്. അതിന് ഹരിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നീട് നമുക്ക് ഇന്ന് കിളിരൂർ രാധാ സാറാണ് ഇന്നത്തെ നമ്മുടെ അധ്യക്ഷൻ. അതുകൂടാതെ അദ്ദേഹം ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം മുതൽ ശ്രീ എഴുതിയ ആദ്യത്തെ കഥ മുതൽ വായിച്ച് അതിന് വേണ്ട അഭിപ്രായങ്ങൾ പറയുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതിൻ്റെ എല്ലാ ഫോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ അഭിപ്രായം പറഞ്ഞ കിളിരൂർ സാറ് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ബൗണ്ട്ലെസ് ലവ് ഓഫ് കൃഷ്ണ എന്നുള്ള പേരിൽ അത് നമുക്കിന്ന് പ്രകാശനം ചെയ്യുന്നത് SBT സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജറായിരുന്ന ശ്രീ PC തോമസ് സാറാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലൂടെ SBTയുടെ ഗ്രൂപ്പിലൂടെയാണ് ശ്രീയെ ആദ്യമായിട്ട് ഇപ്പോൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഈ ശ്രീയുടെ പുസ്തകങ്ങളെ ഇത്രയും വളരെ കൃത്യതയോടെ അളന്നു തൂക്കി അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുകയും ശ്രീക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്തതുകൊണ്ടൊക്കെയാണ് ഈ മൂന്നാമത്തെ പുസ്തകത്തിൽ എത്തിച്ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സാറിനെ ഞങ്ങൾ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ പുസ്തകം സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് അമേരിക്കയിൽ നിന്ന് എത്തിച്ചേർന്നതാണ് കേട്ടോ. എൻ്റെ അടുത്തു നിന്നല്ല, അമേരിക്കയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി KK വിജയൻ നായർ എന്ന് പറയും. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടും ഒപ്പം SBTയിലെ ചീഫ് മാനേജറായിട്ട് വിരമിച്ച ശ്രീ വിജയൻ നായർ സാറ്. അദ്ദേഹം ഞങ്ങൾ തിരക്കിയപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന്, ആ സമയത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയാണ് എത്തിച്ചേർന്നത്. അദ്ദേഹം സ്നേഹപൂർവ്വം ഇവിടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് എത്തിച്ചേർന്നതിലുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ പുസ്തക പരിചയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഡോക്ടർ K. സുബ്രഹ്മണ്യൻ സാറാണ്. സാറും ഇതുപോലെ തന്നെ SBTയിലെ ചീഫ് മാനേജറാണ് ആയിരുന്നു.
അദ്ദേഹം നേരത്തെ VRS ഒക്കെ എടുത്ത് മതപ്രഭാഷണങ്ങളും ആത്മീയ പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ അനുഗ്രഹ പ്രകാശനം നടത്തുന്നത് നമ്മുടെ ഈ പുസ്തകത്തിന് 2 പേരും കൂടെ അവതാരിക എഴുതിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാഹിത്യകാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C. രാധാകൃഷ്ണൻ സാറായിരിക്കും. നമുക്ക് നിസ്സംശയം പറയാം. ഇത് അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡുകളോ പ്രശസ്തി പത്രങ്ങളോ ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം. അത്രമാത്രം സാഹിത്യത്തിൽ എല്ലാ മേഖലകളും കൈവച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഇതിലോടുകൂടി കാര്യങ്ങളെ അപഗ്രഥിച്ച് നോവലുകളും കഥകളും എഴുതി ചേർന്ന C. രാധാകൃഷ്ണൻ സാറ് അദ്ദേഹം വളരെ കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് നല്ലൊരു അവതാരിക എഴുതി തരുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ നമ്മളിവിടെ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഓൺലൈനായിട്ടാണ് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്ക് അവതാരിക എഴുതി തന്നിരിക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ച ശ്രീ K. ജയകുമാർ IAS ആണ്. അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ 2 പ്രാവശ്യം ഈ ഉൾഗീതങ്ങൾക്കും ഒപ്പം തന്നെ ഈ പുതിയ പുസ്തകത്തിനും അവതാരിക എഴുതി തരാനുള്ള മനസ്സ് കാണിച്ച് തിരക്കിനിടയിലും അദ്ദേഹം അതിന് തയ്യാറായി. ഒരിക്കലും നമുക്ക് കേട്ടാൽ തീരാത്ത കടപ്പാട് അദ്ദേഹത്തോടുണ്ട്. അതിനുശേഷം ഈ അവതാരിക എഴുതി തന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടുകയും ചെയ്തു. ഈ പുസ്തകത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ആദ്യമായിട്ട് ഈ പുസ്തകം കൊണ്ട് പ്രയോജനം കിട്ടിയ വ്യക്തി എന്നൊക്കെ പറയേണ്ടി വരും. ശ്രീ K. ജയകുമാർ IAS ആണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇതിന് നല്ലൊരു അവതാരിക എഴുതി തന്നു. അത് ഈ സ്ത്രീക്ക് വളരെ പ്രചോദനമായി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ മൂന്നാമത് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം തരുന്നത് ശ്രീ KV ദയാൽ സാറാണ്. ഇതിനു മുമ്പിലത്തെ 2 പുസ്തകങ്ങളും നമുക്ക് പ്രകാശനം ചെയ്ത ദയാൽ സാറായിരുന്നു. ഇന്ന് സാറിന് കുറേ അസൗകര്യങ്ങളുണ്ട്. സാറ് എന്തായാലും അനുഗ്രഹ പ്രഭാഷണം നടത്താനായിട്ടെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വിശിഷ്ടാതികളായിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുള്ളവരും അല്ലാതെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സമയക്കുറവുണ്ട്. ഇനി 2 വാക്ക് നമ്മുടെ ഗ്രന്ഥകർത്തിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ SBTയുടെ ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് സാഹിത്യപരമായ വാസനകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ സ്നേഹഗീതങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ കവിതാ സമാഹാരത്തിൽ ഇതുപോലുള്ള സ്കൂൾ കോളേജ് തലത്തിൽ മുതൽ എഴുതി തുടങ്ങിയ കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്നേഹഗീതങ്ങൾ എന്നുള്ള ആദ്യത്തെ പുസ്തകം. അപ്പം തന്നിലുള്ള വാസനകൾ തീർച്ചയായിട്ടും കവി പ്രകാശിപ്പിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് കാണേണ്ട ഒരു കാര്യം. അതാ ശരിക്കും ഉൾക്കൊള്ളുന്ന ഒരു വാസന തന്നെ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മളെല്ലാവരും വളർത്തുദോഷം എന്നൊക്കെയാണ് സാധാരണ കേൾക്കുന്നത്. പക്ഷേ വളർത്തു ഗുണം എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ശ്രീമാൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് നല്ല ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഒരു പണ്ഡിതനായിരുന്നു. സംസ്കൃത സ്കൂളിലെ നമ്മുടെ കുട്ടനാടിൽ സംസ്കൃത ഹൈസ്കൂളിലൊക്കെ പഠിച്ച് അതിനുള്ള നല്ല നോളജ് ഉണ്ടായിരുന്നുകൊണ്ട് പുണ്യ പുരാണ ഗ്രന്ഥങ്ങളും അതുപോലുള്ള ബൈബിളും ഖുറാനും ഉൾപ്പെടെ അദ്ദേഹത്തിനെല്ലാം മനഃപ്പാടമായിരുന്നു. അദ്ദേഹം വളരെയധികം അറിവുള്ള മനുഷ്യനായിരുന്നുകൊണ്ട് തന്നെ ഈ കുട്ടികളെയും, ഇവർ 3 പെൺകുട്ടികളാണ്, അവരെ 3 പേരെയും ഒരുപോലെ തന്നെ ഈ സനാതന ധർമ്മങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും എല്ലാം കൊടുത്ത് ഏറ്റവും നല്ല മാതൃകാപരമായ 3 കുട്ടികളായിട്ട് അവരെ വളർത്തിക്കൊണ്ട് വന്നു എന്നുള്ളതാണ് ശ്രീ ഗംഗാധരൻ സാർ എന്ന് പറയുന്ന അധ്യാപകൻ്റെ ഏറ്റവും നല്ല ഒരു നേട്ടം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ സരസമ്മ എന്ന് പറയുന്ന അമ്മ ഈ കുട്ടികളെ എല്ലാവരെയും ഔദ്യോഗിക തലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കൈപിടിച്ച് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും കൂടെ നിന്നു. അങ്ങനെ 2 തരത്തിലും അച്ഛനും അമ്മയും ഏറ്റവും മാതൃകാപരമായിരുന്നു അവരുടെ ജീവിതങ്ങൾ. അപ്പോൾ ശ്രീ പഠിച്ചു വന്നത് സുവോളജി ആയിരുന്നെങ്കിലും അവിടുന്ന് പിന്നെ മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ നിന്ന് നേരെ ഉണ്ടായിട്ട് പോലും അത് വിട്ടിട്ട് വീണ്ടും ബാങ്കിൽ ജോലി സ്വീകരിച്ചു. അപ്പോൾ അവിടുന്ന് പിന്നെ വേണേൽ കോളേജ് ലെക്ചർ ആകാമായിരുന്നു. നല്ല മാർക്കോടുകൂടി MSc ഒക്കെ പാസ്സായതായിരുന്നു. അപ്പോൾ കോളേജ് ലെക്ചർ ആകാതെ വീണ്ടും പോയത് ബാങ്കിങ് സെക്ടറിലേക്കാണ്. അപ്പോൾ അതിവിടെ SBT കുടുംബത്തിലാണ് വന്നു ചേർന്നത്. പിന്നീട് അതൊരു വലിയ നേട്ടമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തിരിക്കുന്നത് SBT തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി തീർന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം, അതിൽ ജോലി ചെയ്തിരുന്ന റിട്ടയർ ചെയ്ത ആൾക്കാരെല്ലാം അതിനെ എത്രമാത്രം നെഞ്ചോട് ചേർത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ഇവിടെ കൂട്ടായ്മ. എല്ലാം ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നവർ അവരൊക്കെ തന്നെയാണ്. അവരുടെ ഗ്രൂപ്പുകളുണ്ട്, അവരുടെ കല പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി സംരംഭങ്ങൾ അവർക്കുണ്ട്, കൂട്ടായ്മകളും വാർഷികങ്ങളും ഒക്കെ അവർ നടത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഗുരുദത്തും ഇതുപോലെ തന്നെ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും
ഈ അമ്മയെ ഈ കാര്യത്തിൽ വളരെയധികം സഹായിക്കുകയും നമുക്ക് ബൗണ്ട്ലെസ് ലവ് ഓഫ് കൃഷ്ണ എന്നുള്ള പേരിൽ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. സ്നേഹദീപങ്ങൾ, സ്നേഹ മന്ത്രണങ്ങൾ എന്ന് പറയുന്ന പുസ്തകവും ഇതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉണ്ട്. അപ്പോൾ സ്ത്രീയുടെ ക്രെഡിറ്റിലെ മൊത്തം 5 പുസ്തകങ്ങളായി നമുക്കാണ് ആശ്വസിക്കാം. എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്നു ചേർന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തികളെയും ഞാൻ സ്നേഹപൂർവ്വം ഈ സംരംഭത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദയാൽ സാറും മനു സാറ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ദയാൽ സാറ് ഈ വേദിയിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. പരിസ്ഥിതി, ജൈവകൃഷി, പ്രകൃതി ജീവനം എന്നീ 3 മേഖലകൾ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു 3 ബ്രഹ്മാവിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് 3 തലകളുള്ള ഒരു വ്യക്തി കൂടിയാണ് സാറ്. ഒരേ രീതിയിൽ എല്ലാ വിഷയങ്ങളിലും സാറിന് വളരെയധികം നോളജുള്ള ഒരു മനുഷ്യനാണ്. ഒരു നിമിഷം പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓൺലൈനിലായിട്ടും അല്ലാതെ യൂണിവേഴ്സിറ്റിയിൽ കുറേ ക്ലാസ്സുകൾ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ആർട്ട് ഓഫ് ഹാപ്പിനെസ്, പിന്നെ വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഇതെല്ലാം ചെയ്തുകൊണ്ട് 24 മണിക്കൂർ, പിന്നെ ഓൺലൈൻ ക്ലാസ്സും ഇതെല്ലാം ചെയ്യാൻ ഇദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നതിന് നന്ദി അറിയിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു സാർ. അപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ പുസ്തകത്തിൻ്റെ ജന്മരഹസ്യം അത് നിങ്ങൾക്കറിയാം. ഒരു പുസ്തകം ജനിക്കുന്നതിന് ഒരു കാരണം വേണം. ഈ പുസ്തകത്തിനും അതുപോലൊരു ജന്മരഹസ്യം. അതിനെക്കുറിച്ച് ആദ്യം പറയാം, പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. 2024 ഇപ്പോൾ ഇവിടെ പ്രസന്നമാർ പറഞ്ഞ ശ്രീയുടെ 2ാമത്തെ കവിതയുടെ പ്രകാശനം ശ്രീയുടെ വീട്ടിൽ കല്ലറയിൽ വെച്ച് നടക്കുക. ഞാൻ ചെല്ലണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. എനിക്ക് ഒഴിയാൻ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആണ് ശ്രീയുടെ അച്ഛനെ നേരിട്ട് കാണുന്നത്. ആജാനുബാഹുവായ, ആരും നമസ്കരിച്ചു പോകുന്ന പൗരുഷ പ്രൗഢിയുള്ള ഒരു വലിയ മനുഷ്യൻ. സംസ്കൃത സ്കോളറാണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹം എന്തെങ്കിലും വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ശ്രീ പറഞ്ഞ് എനിക്കറിയാം. പക്ഷെ ആളിനെ നേരിട്ട് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ആദരവ് തോന്നി. പക്ഷെ അദ്ദേഹം അപ്പം തന്നെ ഒരു വയ്യാഴികയിലായിരുന്നു. എങ്കിലും മകളുടെ പുസ്തകം പ്രകാശിപ്പിക്കുകയല്ലേ, അതുകൊണ്ട് അദ്ദേഹം വേദി എന്ന് പറയാനൊന്നുമില്ല, ഇത് വീഡിയോ ഇതിനായിട്ട് ചെയ്യുന്ന സാധനമാണ്. എന്നാലും അദ്ദേഹം മുന്നിൽ വന്നിരുന്നു. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് അധികം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം അന്തരിച്ചു. അന്ന് തന്നെ അദ്ദേഹത്തിന് വയ്യാഴിക ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീയാണ് അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ രീതി അനുസരിച്ച് പ്രായാധിക്യം കൊണ്ട് ഇനി ഇങ്ങോട്ട് തിരിച്ചില്ല എന്നുള്ള ഒരവസ്ഥയിലൊക്കെ ആകുമ്പോൾ സാധാരണ എല്ലാ ആളുകളെയും ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകുക. അതിന് അവർ നേരെ ICU കൊണ്ടുവരും. പിന്നെ ഇയാൾക്ക് ലോകമായിട്ടൊരു ബന്ധവുമില്ല. മക്കളെയും കാണാൻ വേണ്ട, ആരെയും കാണണ്ട. ഈ മുഖംമൂടി വെച്ച് വരുന്ന നേഴ്സുമാരെ മാത്രമേ കാണുള്ളൂ. അവിടെ കിടന്ന് ചത്തും. സത്യം അതല്ലേ സംഭവിക്കുന്നത്. പക്ഷെ അതും നമുക്കിവിടെ ഒരു ആർഭാടമാണ്. മരണം ഒരു ആർഭാടമാണ്. അത് അമൃതായി കിടന്നാണ് എൻ്റെ അച്ഛൻ മരിച്ചതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ വലിപ്പം. അമൃതായിലോ ഭാരതിലോ കിംസിലോ ഒന്നും കിടന്നല്ല നമ്മുടെ അച്ഛന്മാരും അമ്മമാരും മരിക്കേണ്ടത്. അവർ നമ്മുടെ വീട്ടിൽ കിടന്നാണ് മരിക്കേണ്ടത്. വീട്ടിൽ കിടന്ന് സ്വന്തം മക്കളെയും ഒക്കെ കണ്ട് അവരുടെ പരിചരണം ഏറ്റുവാങ്ങി അവസാന നിമിഷം ഒരു തുളസി കതിരുകൊണ്ട് ഒരു തുള്ളി വെള്ളം വായിലൊഴിച്ച് കുടിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കുടുംബമൊക്കെ. എൻ്റെ അമ്മ 95 വയസ്സ് മരിച്ചത് അങ്ങനെ തന്നെയാണ്. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവരവരുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതിനൊരു ആര് വിചാരിച്ചാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല.
അവർ സ്വസ്ഥമായിട്ട് അവിടെ കിടന്ന് മരിക്കട്ടെ, നിങ്ങളൊക്കെ മക്കളൊക്കെ അടുക്കിയിരിക്കും. ഇത് തന്നെയാണ് സ്ത്രീയും ചെയ്യുന്നത്. സ്ത്രീയും അവിടെ മറ്റേ ആളുകളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമിരുന്ന് ശുശ്രൂഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ മരണത്തോട് അടുത്തടുത്ത് വരുമ്പോൾ അടുത്തിരിക്കുന്ന ആളിന്, പ്രത്യേകിച്ച് മകൾക്ക് ഉണ്ടാകാവുന്ന ഒരു മാനസിക എന്താ അതിന് പറയുന്നത്, വിഭ്രമമെന്നോ പിന്നെ വിഷാദമെന്നോ ഇനി അച്ഛനെ തിരിച്ച് കിട്ടില്ല എന്നുള്ള ഒരു സങ്കടമോ ഒക്കെ വരും. അത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പറഞ്ഞിട്ടുള്ളത് ഈ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന ആരോഗ്യ നികേതനം എന്ന പുസ്തകത്തിൽ ഒരു ജീവൻ മശായി ഉണ്ട്. ജീവൻ മശായിയാണ് മരണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്നറിയോ? അന്ധയും ബധിരയും മൂകയും പിങ്കളകേശിനിയുമായ മൃത്യു. താരാശങ്കർ ബാനർജിയാണ് ആ പുസ്തകത്തിൻ്റെ കർത്താവ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാണ് ഈ ജീവൻ മശായി. അദ്ദേഹം മെഡിസിന് പഠിക്കാൻ പോയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചു വന്ന് ചികിത്സകൾ, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ ചികിത്സ, അതെന്താണെന്ന് വെച്ചാൽ നാഡി പിടിച്ച് പിന്നെ രോഗം മനസ്സിലാക്കുക ഒക്കെയാണ്. അപ്പം അദ്ദേഹം ഒരു രോഗിയുടെ നാഡി പിടിച്ചാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും, ഈ രോഗി ഇന്ന ദിവസം ഇത്ര മണിക്ക് മരിക്കും. അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ മൃത്യു വരുന്ന വഴി അദ്ദേഹത്തിന് കാണാൻ പറ്റും ഈ നാഡിയിലൂടെ. അപ്പം മൃത്യുവിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അന്ധയും ബധിരയും മൂകയും പിങ്കളകേശിനിയും ആണ് മൃത്യു എന്നത്. അപ്പം ഈ സ്ത്രീയുടെ അച്ഛൻ അവിടെ കിടക്കുമ്പോൾ വാതുക്കൽ ഈ പിങ്കളകേശിനി വന്ന് നിൽപ്പുണ്ട്. എപ്പോഴാണ് അങ്ങോട്ട് അകത്തോട്ട് കയറുന്നതെന്ന് മാത്രമേ സംശയമുള്ളൂ. ആ ഒരവസ്ഥയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണ പ്രേമവും കൃഷ്ണഭക്തിയും ഒക്കെ നല്ലപോലെയുള്ള സ്ത്രീക്ക് ആകപ്പാടെ ആശ്രയിക്കാനുള്ളത് സാക്ഷാൽ കൃഷ്ണനെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പുസ്തകത്തിൻ്റെ 16ാമത്തെ കഥാപാത്രമായിട്ട് വരുന്നത് ഭീഷ്മരാണ്. ഈ കിടക്കുന്ന അച്ഛൻ നല്ല കിടക്കയിലേക്കാണ് കിടക്കുന്നത്. പക്ഷെ ഭീഷ്മരൻ ശരശയ്യയിലാണ് കിടക്കുന്നത്. ശരശയ്യ പുഷ്പശയ്യ അല്ല, കൂർത്ത അമ്പുകളുടെ മുനയുടെ മുകളിലാണ് അദ്ദേഹം കിടന്നത്. 58 ദിവസം കിടന്നു ഉത്തരായണം ആകാൻ വേണ്ടിയിട്ട്. ഈ 58 ദിവസവും കൃഷ്ണൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്തുകൊണ്ടിരുന്നു. അതാണ് ഭീഷ്മർ തൻ്റെ ഭാഗ്യമായി പറയുന്നത്. ഈ ശരശയനം കൊണ്ടാണ് എനിക്ക് അങ്ങയെ ഇങ്ങനെ എല്ലാ ദിവസവും തൽസ്വരൂപത്തിൽ കാണാൻ സാധിച്ചതെന്നാണ്. അവിടെ കടന്നുകൊണ്ട് ധർമ്മപുത്രർക്ക് അദ്ദേഹം ഉപദേശിച്ചതാണ് നമ്മളെ എന്നും പിന്നെ ചൊല്ലുന്ന വിഷ്ണു സഹസ്രനാമം, വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ അത് ധർമ്മപുത്രർക്ക് ഓതി കൊടുക്കുകയാണ്. അപ്പം സത്യത്തിൽ ഈ പുസ്തകം, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് സ്ത്രീ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. സ്ത്രീ ആദ്യം രാധയും കൃഷ്ണനുമാണ് പറയുന്നത്. പക്ഷെ ശരിക്ക് ആദ്യം പറയേണ്ടിയിരുന്നത് ഈ ഭീഷ്മരുടെ കാര്യം. കാരണം അങ്ങനെയാണ് ആ പുസ്തകം ഉണ്ടാകുന്നത്. അച്ഛൻ്റെ ഈ ദയനീയ അവസ്ഥയിൽ ഉള്ളിലുണ്ടായ വൈകാരിക വിക്ഷോഭത്തിൽ നിന്നാണ് ശ്രീ ഈ പുസ്തകം എഴുതുന്നത്. ചോദിച്ചേ, അതെ, ആ സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൂർത്തിയായി കാണുകയല്ല, എങ്കിലും അന്ന് തന്നെ എഴുതാൻ തുടങ്ങിയിരുന്നു. അവസാന അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് പുസ്തകം പൂർത്തിയാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഇത് എഴുതിയതല്ല, ഇത് സ്വയം ജനിച്ചതാണ്. അതായത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലെ വൈകാരികത പുറത്തേക്ക് അക്ഷരരൂപത്തിൽ വരിക. ആലോചിച്ചെഴുതുകയല്ല. നമ്മൾ എന്തെഴുതുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ടല്ലേ എഴുതുന്നു. ഇതങ്ങനെ അല്ല. അല്ല എന്നുള്ളത് ഈ പുസ്തകം നിങ്ങളിപ്പം ഇവിടെ പ്രസന്നമാർ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും മേടിച്ച് വായിക്കണം. അപ്പോൾ മേടിച്ച് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. എഴുതപ്പെടുന്ന ഒരു പുസ്തകവും ഒഴുകി വരുന്ന ഒരു പുസ്തകവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിൻ്റെ 18 കഥാപാത്രങ്ങളിലൂടെ അപ്പൊ ഇതിനകത്ത് മുമ്പേ പറഞ്ഞില്ലേ, ശ്രീരാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ആ കള്ളനെ പിടിക്കാൻ എന്താ മാർഗമെന്ന് സ്ത്രീ ആലോചിച്ചപ്പം സ്വന്തമായിട്ടൊരു വഴി തോന്നുന്നില്ല. എന്നാൽ ഇവരുടെയൊപ്പം വഴിക്ക് പോവാം. ആരാ? രാധ, രുക്മിണി, യശോദ, ദേവകി, അങ്ങനെ 18 പേര്. അവരെല്ലാവരും കൃഷ്ണനെ നേരിട്ട് കണ്ടതാണ്. 2 പേര് അമ്മമാരാണ്, ഒരാൾ കാമുകിയാണ്, ഒരാൾ ഭാര്യയാണ്. അങ്ങനെ ഇവരെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം ആ കൃഷ്ണനെ തൊട്ടറിഞ്ഞ ആളുകളുടെ വഴിക്ക് പോയാൽ എനിക്കും കൃഷ്ണന്റെ അടുക്കൽ എത്താൻ പറ്റും. അതാണ് ശ്രീരാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ആ കള്ളനെ എങ്ങനെ പിടിക്കാം? അത് ഇവരുടെ പുറകെ പോയാൽ പിടിക്കാൻ പറ്റും. ഏതാണ്ട് അത് വിജയിച്ചിട്ടും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കെ ജയകുമാർ ഇതിനൊരു അവതാരി എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ്. ഈ 18 പേരുടെ അനുഭവങ്ങളിലൂടെ ഇത് പുസ്തകത്തിന്റെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും. പുസ്തകത്തിൽ ആദ്യം തുടങ്ങുന്നത് രാധയും കൃഷ്ണനും. അപ്പൊ രാധയുടെ മാനസികമായ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ ചിന്തകൾ, വികാരങ്ങൾ അത് പകർത്തുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് ഗ്രന്ഥകാരിക്കുള്ള അഭിപ്രായം രണ്ടാമതെടുക്കുന്നു. അങ്ങനെ എല്ലാ ലേഖനങ്ങൾക്കും അനുബന്ധം എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അനുബന്ധം എന്ന തലക്കെട്ടില് ഗ്രന്ഥകാരിയുടെ കാഴ്ചപ്പാടും എഴുതുന്നു. ഇതൊക്കെയാണെങ്കിലും ഈ 18 പേരുടെ ഹൃദയഭാവങ്ങളും ഒരാളിൻ്റെ മാത്രമായിട്ട് മാറുക. ആരുടെ? സ്ത്രീയുടെ. അതാണ് ഈ 18 പേരുടെ വഴിയെ പോയിട്ട് അവസാനം സ്ത്രീ ഈ കൃഷ്ണനെ കാണുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, ഓടിപ്പോയ കള്ളനെ പിടിച്ചു നിർത്തുക. അത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ ഭക്തിയാണോ, പ്രേമമാണോ? ഏതായാലും ഭയമല്ല, ഭയമൊന്നുമില്ല. പക്ഷേ പ്രേമമാണോ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ ഇഴുകിച്ചേർന്ന ഒരു ഭാവം. അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ വിജയം. ഇത്രയും തിരക്കേറിയ ജയകുമാറിനെ പോലെ ഒരാൾ അത് വായിച്ച്, ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. അതുപോലെയല്ല അങ്ങേര്, അദ്ദേഹത്തിന് വലിയ തിരക്കുള്ള ആളാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിനൊരു അവതാരി എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം ഇനി ഇതുപോലൊരു പുസ്തകം സ്ത്രീക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. കാരണം അങ്ങനെ ഒരു മാനസിക അവസ്ഥ നമ്മൾ വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് മരിക്കാൻ കിടക്കുന്ന അച്ഛൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്, ആരുമില്ല ഒരു തുണ. ആരാ തുണ? ദൈവം മാത്രം. അപ്പം താൻ വിശ്വസിക്കുന്ന പരമാത്മാവ്, ശ്രീകൃഷ്ണ പരമാത്മാവ് അങ്ങേര് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റിയല്ല, ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റിയല്ല. കാരണം അത് വിധിയാണ്, വിധിക്ക് അപ്പുറത്ത് ഒരു ദൈവവും ഇല്ല. അപ്പം അത് നടക്കും. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം അധികം ദുഃഖം അനുഭവിക്കാതെ അല്ലെങ്കിൽ ക്ലേശങ്ങൾ അനുഭവിക്കാതെ പോടെ എന്നൊരു പ്രാർത്ഥനയോടൊപ്പം തന്നെ അച്ഛൻ മരിക്കാതിരുന്നെങ്കിൽ എന്നൊരു പ്രതീക്ഷയും കൂടെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. മരിക്കുമെന്ന് നമുക്കറിയാം, പക്ഷെ എന്നാലും മരിക്കാതിരുന്ന
ദൈവം സഹായിച്ച് അങ്ങനെ വല്ല അത്ഭുതം സംഭവിച്ചാൽ എന്ന് തോന്നിപ്പോയി. ആ ഒരു വല്ലാത്ത മാനസിക വൈകാരികതയുടെ ഇതിലാണ് ഈ പുസ്തകം രചിക്കപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു ജന്മ രഹസ്യമുണ്ട്. അതിത് ഇങ്ങനെയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത്. നാളെ ഇതേ കൃഷ്ണനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദൈവിക സങ്കല്പത്തെക്കുറിച്ചോ എഴുതാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഭാഷയുടെ കാര്യത്തിലൊക്കെ നല്ല പ്രൗഢമായ ഒരു സമ്പാദ്യം ശ്രീക്കുണ്ട്. പക്ഷെ ഇതിലെ ഈ ഒഴുക്കുണ്ട്. ഒരു വാക്കിൻ്റെ പുറമെ ഒരു വാക്ക് ഇങ്ങനെ നമ്മൾ ഈ മാലയിലൊക്കെ കെട്ടി വെക്കുന്ന പോലെ മനോഹരമായ ഒരു ഒഴുക്കാണ്. ഒരു തടസ്സവും ഒരിടത്തും ഫീൽ ചെയ്യുക. ഇതാദ്യം വായിച്ചത് ഞാനാണ്. ചുമന്ന പേനായുമായിട്ടായിരിക്കുന്നത്. ഇതിനറിയോ തിരുത്താൻ ഈ വാക്ക് വേണ്ട, അതിന് പകരം വേറൊരു വാക്ക്. ഒരൊറ്റ വാക്ക് ഞാൻ തിരുത്തിയില്ല, തിരുത്തേണ്ടി വന്നില്ല. തിരുത്തിയിരുന്നെങ്കിൽ അത് മോശമാവുകയും ചെയ്താൽ. അതെന്തുകൊണ്ട് സംഭവിച്ചു? അത്ര വലിയ എഴുത്തുകാരിയൊന്നും അല്ല ശ്രീ. ആകെ 3 പുസ്തകം എഴുതിയിട്ടുള്ളൂ, 3ാമത്തെ പുസ്തകമാണ്. പക്ഷെ ഈ ഭാഷ, ഈ പൊലിമ, ഈ ഒഴുക്ക്, ഞാനതിലെഴുതിയിരിക്കുന്നത് ഗംഗാ പ്രവാഹം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വരുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഒരുപാട് പുസ്തകമൊന്നും എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ 130 പുസ്തകം എഴുതിയിട്ടുണ്ട്. എനിക്ക് പോലും അതിൻ്റെ പേരൊന്നും അറിയാൻ. അതിലൊന്നും കാര്യമൊന്നുമില്ല. അതിൽ 1ഓ 2ഓ പുസ്തകമായിരിക്കും ഞാൻ പോലും ഓർക്കുന്നത്. പുസ്തകങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം. പിന്നെയോ ഇതാണ്, അതെത്രത്തോളം മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നു എന്നത്. അക്കാര്യത്തിൽ ഇനി ശ്രീ ഒരു പുസ്തകം എഴുതിയതിന് കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ രജിസ്റ്റേർഡായി ഒരു ഗ്രന്ഥകാരി എന്ന നിലയിൽ ഷീസ് രജിസ്റ്റേർഡ്. മനുഷ്യരുടെ മനസ്സുകളിൽ പതിഞ്ഞു വരും. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. കൃഷ്ണ പ്രേമ പ്രചുരിമ, അതായത് നിറഞ്ഞു കവിയുന്ന അവസ്ഥ. ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ അത് കൊള്ളുക, അതിൽ നിന്ന് കവിഞ്ഞു പോവുക. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പുസ്തകത്തിൻ്റെ അവസ്ഥ. ഇതിൽ കൃഷ്ണപ്രേമം ഇങ്ങനെ കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. അത് ഒഴുകി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ശ്രീക്കും പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ കാര്യം പറയണം. സ്വന്തം മകൻ തന്നെ ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം. മകൻ തന്നെ അതിൻ്റെ വിവർത്തകനായിട്ട് വരിക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. പക്ഷെ അതിനകത്തൊരു കുടുംബാധിപത്യമുണ്ട്. അമ്മയും മകനും കൂടെ കൂടിയിട്ട് അതിനകത്തൊരു കുടുംബാധിപത്യമുണ്ട്. എങ്കിലും നമുക്കത് ക്ഷമിച്ചു കൊടുക്കാം. ഗുരുദത്ത് ഇവിടെയുണ്ട്. ഗുരുദത്ത് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ചു നോക്കി. ഓരോ വാക്കിനും തത്തുല്യമായ ട്രാൻസ്ലേഷനാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ, അല്ലെ ഏറ്റവും മുഖ്യനായ എഴുത്തുകാരൻ വഹിക്കാൻ പോകുന്നത് ബഷീറാണ്. ബഷീറിൻ്റെ പുസ്തകങ്ങളൊന്നും ഇംഗ്ലീഷിൽ ആരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റിയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങൾക്ക് മലയാളത്തിൽ പോലും മറ്റൊരാൾക്ക് അനുകരിക്കാൻ പറ്റില്ല. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു 3 നോവൽസ് മാത്രം. A.E. ആർഷർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസറല്ല, അതൊരു കോളേജിലെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു, വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആദ്യത്തെ മുഖവരെ പറയുന്നുണ്ട്, ഒരു തരത്തിലും വഴങ്ങിത്തരാത്ത ഭാഷയാണിത് ബഷീറിൻ്റെ എന്ന്. അപ്പം എല്ലാ ട്രാൻസ്ലേഷൻസിനും ഇതുപോലെ പ്രശ്നങ്ങൾ കാണും, നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ചും ഇവർ ഈ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ആയതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് തന്നെ വായിച്ചു. ട്രാൻസ്ലേഷൻ ഉഗ്രമായിട്ടുണ്ട്. ഗുരുദത്തിനെ ഞാൻ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. അമ്മയും മകനും കൂടെയുള്ള ഇത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പ്രകാശനകരമാണ് ഇപ്പോൾ നടക്കുന്നത്.
അത് നിർവഹിക്കുന്നത് ശ്രീ കെ വി പ്രസന്നകുമാർ സാറാണ്. സ്വീകരിക്കുന്നത് കലാരത്നം ശ്രീ ആർട്ടിസ്റ്റ് സുജാതൻ സാറാണ്. എല്ലാവരും പറയണമെങ്കിൽ എല്ലാവർക്കും വലിയ വിപുലമായ സാംസ്കാരിക ചരിത്രമുള്ള ആളുകളാണ്. ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, 2 കവിതാ സമാഹാരങ്ങൾക്ക് ശേഷം സ്നേഹമന്ത്രണങ്ങൾ, ഉൾഗീതങ്ങൾ എന്നിങ്ങനെ 2 ദാർശനിക ശോഭയുള്ള 2 കവിതാ സമാഹാരങ്ങൾക്ക് ശേഷം, ദാർശനികമായ ഉൾക്കാഴ്ചകളുള്ള 2 കവിതാ സമാഹാരങ്ങൾക്ക് ശേഷം കൃഷ്ണപ്രേമ പ്രചോദിതയായി ശ്രീ നടത്തിയ ഒരു രചനയാണിത്. അതിൽ ഒരു സ്ത്രീത്വമുണ്ട്. കൃഷ്ണപ്രേമം എന്നാണ് പറയുന്നത്. കൃഷ്ണപ്രേമ പ്രചുരിമ എന്നാണ് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. പ്രചുരിമ എന്ന വാക്ക് അത്രമേൽ മലയാളത്തിലെ പ്രചാരത്തിലില്ല ഇപ്പോൾ. അതിന് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള പറയുന്ന അർത്ഥം, ശബ്ദധാരാവലിയിലെ പറയുന്ന അർത്ഥം ധാരാളത, ആധിക്യം, ഇങ്ങനെ 2 അർത്ഥങ്ങളാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതില് കൃഷ്ണപ്രേമത്തിൻ്റെ ഒരു റിച്ച്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാരാളത, എന്നാൽ ആ ധാരാളത എന്നത് ആ രീതിയിലല്ല ഇതിൽ അവതരിപ്പിക്കുന്നത്. സൂക്ഷ്മമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. കൃഷ്ണകഥ നമുക്കറിയാം, ഭാഗവത ഈ കഥകളും മറ്റും ഒരുപാടുണ്ട്. ഒരുപാട് കഥകൾ നമുക്ക് ഭാഗവതത്തിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പരിചരണ രീതി ഈ പുസ്തകത്തിൻ്റെ അങ്ങനെയല്ല. അതിലേക്ക് ഞാൻ വരാം. പ്രേമപ്രചുരിമ എന്നുള്ള തലക്കെട്ട് വളരെ അർത്ഥവത്തായി. കാരണം ഇത് വേണമെങ്കിൽ കൃഷ്ണഭക്തി പ്രചുരിമ ആകാമായിരുന്നു. അതിൽ ഭക്തി എന്നതിന് പകരം കൃഷ്ണനായതുകൊണ്ട് പ്രേമം എന്നാക്കിയത് വളരെ ഉചിതമായെന്നാണ് എൻ്റെ അഭിപ്രായം. ഭക്തി നമുക്കറിയാം, വലിയ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ ഭക്തി പ്രസ്ഥാന കാലഘട്ടമാണ് ഇപ്പോൾ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അധികം പറയുന്നില്ല, നല്ലതാണ്. പക്ഷേ ആത്മീയമായ വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് ആഘോഷഭരിതമായ ചടങ്ങുകളോ കാഴ്ചകളോ ആണോ, അതോ സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണമാണോ എന്നുള്ള ഒരു പ്രശ്നം അതിൽ ഭക്തിയിലും ആത്മീയതയിലും ഉള്ളടങ്ങുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഭക്തിയുടെ ഒരു ഉന്മാദ കാലഘട്ടമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. മുമ്പും ഇന്ത്യൻ ഭാരത ചരിത്രം നോക്കിയാൽ തന്നെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അതിനൊരു സവിശേഷമായ സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നു. അതങ്ങ് വടക്കേ ഇന്ത്യ മുതൽ തെക്കേ ഇന്ത്യ വരെയുള്ള ഒരു ഭക്തി പ്രസ്ഥാന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് വളരെ ശിഥിലമായ ഒരു സാമൂഹിക കാലഘട്ടത്തിൽ സമൂഹത്തിലെ ആളുകളെ ഒന്നിപ്പിക്കുവാനും കുറെ കൂടി ഒരു ദിശാബോധം അവർക്ക് ഉണ്ടാക്കുവാനും ചെയ്ത വലിയ ഒരു ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലോ ഒക്കെ ആയിട്ട് എഴുത്തച്ഛനും പോലും വരുന്നത്. എഴുത്തച്ഛൻ്റെ ശരിക്കും ഒരു ഭക്തി കാവ്യം എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും അത് ഭക്തി കാവ്യം മാത്രമല്ല, അത് അതിഗംഭീരമായ സാഹിത്യ രചനയാണ്, അതിഗംഭീരമായ കവിതയാണ്. അത് കേവലമായ ഒരു ഭക്തിയുടെ തലത്തിൽ മാത്രം വായിക്കേണ്ട ഒരു പുസ്തകവുമല്ല. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കാലഘട്ടം, ഒരു നമ്മുടെ ചരിത്രം നോക്കിയാൽ 2, 3, 4, 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം നോക്കിയാൽ ഭക്തി പ്രസ്ഥാനത്തിന് കാലഘട്ടം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ
ഈ ദൈവഭക്തി എന്നത് പലപ്പോഴും നമുക്ക് ദൈവപ്രേമമല്ല, അല്ലെങ്കിൽ ദൈവസ്നേഹമല്ല എന്നൊരവസ്ഥയുണ്ട്. ദൈവഭയമാണ്. ദൈവഭയം അത് എന്തിനാണ് ദൈവത്തെ ഭയക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ദൈവഭയമാണോ വേണ്ടത്? ദൈവപ്രേമമാണോ വേണ്ടത്? ദൈവഭക്തിയാണോ വേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഞാനതിൻ്റെ ഉത്തരങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഈ ഒരു ഘട്ടത്തിലേക്കാണ് കടന്നു വരുന്നത്. ഒരു കൃഷ്ണനെ നമുക്കൊരു ദൈവഭയത്തിൻ്റെ രീതിയിൽ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം കൃഷ്ണന് വിവിധ തലങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് നാം കൃഷ്ണനെ കാണുന്നത്. അതിന് ഒരു വളരെ ജൈവികമായിട്ടുള്ള ഒരു ദൈവ സങ്കല്പം എന്ന് വേണമെങ്കിൽ ഈ കൃഷ്ണനെ കുറിച്ച് പറയാം. അത് ഒരു കള്ളകൃഷ്ണൻ എന്ന് പറയാറുണ്ട്. ഏതെങ്കിലും ദൈവത്തെ നമുക്ക് കള്ളകൃഷ്ണൻ അല്ലെങ്കിൽ കള്ളൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന് വരെയുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു സങ്കല്പമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ഇപ്പൊ വെണ്ണ കക്കുന്നത് ഗോപികമാരുടെ ഉടവയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇങ്ങനെയുള്ള കുസൃതി തരങ്ങളിലൂടെയാണ് ഈ കള്ളൻ എന്ന് പറയുന്ന ആ ഒരു സംജ്ഞ, കള്ളകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംജ്ഞ രൂപീകൃതമായിരിക്കുന്നത്. ഇവിടെ ശ്രീ രാധാകൃഷ്ണന്റെ വളരെ ചെറിയൊരു അവതാരികയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. 4-5 വാചകത്തിൽ അത്രയും തന്നെ ഇല്ലെന്ന് തോന്നുന്നു, ഒരു അവതാരിക അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഈ കള്ളനെ കണ്ടുപിടിക്കുക. അങ്ങനെയാണ്, ഈ കള്ളനെ കണ്ടുപിടിക്കുക എന്നാണ് തലക്കെട്ട്. ശ്രീ എന്ന കവി ശ്രീ ഭഗവാനെ കണ്ടെത്താൻ വഴി തേടുന്നു എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ സന്താനഗോപാലം എന്ന് പറയുന്ന ഒരു ആട്ടക്കഥയുണ്ട്. സന്താനഗോപാലം നമുക്ക് അറിയാതിരിക്കാം. അർജുനനും ബ്രാഹ്മണനും ഒക്കെ ഉള്ള കഥാപാത്രമായിട്ടുള്ള ഈ സന്താനഗോപാലത്തിലെ ഒരു 4 വരികളുണ്ട്. അത് ത്രിഭുവനങ്ങളിലെങ്കും ലഭിയാഞ്ഞ് ബാലന്മാരെ, ഒരു ബ്രാഹ്മണന് ഉണ്ടാകുന്ന ബാലന്മാരെല്ലാം, കുട്ടികളെല്ലാം മരിച്ചു പോകുന്നതും അതിൽ പ്രതി കൃഷ്ണനെ അതിലുള്ള രോഷവും ഭഗവാനൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ നേർക്കുള്ള രോഷവും ഒക്കെ വരുന്ന ഒരു പ്രത്യേകമായ കഥയാണ്. സന്താനഗോപാലം കഥകളി കേട്ടിട്ടുള്ള പലരും കൂടി ഉണ്ടാവും. അപ്പൊ അതിൽ പറയുന്നുണ്ട്: ത്രിഭുവനങ്ങളിലെങ്ങും ലഭിയാഞ്ഞ് ബാലന്മാരെ വിഭയം അഗ്നിയിൽ ചാടി ദഹിപ്പാൻ തുടങ്ങും നേരം കപടമാനുഷൻ കൃഷ്ണൻ കൃപയോടെ വന്നരികിൽ സപതി സാർത്ഥമെന്നോട് പ്രാപിച്ചു വിഷ്ണുലോകം. കപടമാനുഷൻ കൃഷ്ണൻ എന്നാണ് പന്തോപ്പള്ളി ഇട്ടിരാജൻ ഈ സന്താനഗോപാലം എഴുതിയ ആട്ടകഥാകൃത്ത് പറഞ്ഞത്. ഈ കപടമാനുഷൻ എന്നുള്ളത് അങ്ങനെ നമുക്ക് ദൈവത്തെ പറയാൻ പറ്റുമോ? അത് പറ്റുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ കപടം നേരിട്ടുള്ള ഒരു കപടമല്ല കേട്ടോ. നമുക്കത് നേരിട്ട് ഉള്ള ഒരു കപടതയല്ലാതെ ഇവിടെ മാനുഷാകാരം എന്നുള്ള ഒരു കൊണ്ട് വരുന്ന കൃഷ്ണനാണ് കപടകൃഷ്ണൻ, കള്ളകൃഷ്ണനായിട്ട് മാറുന്നത്. അപ്പോൾ ആ കപടത്വം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ തന്നെ വളരെ ഒരു സാധാരണ അവസ്ഥയിലേക്ക് മാറുന്ന ഒരു തലമുണ്ട്. അതിൽ നിന്നാണ് അതൊരു ദാർശനികമായ സുബ്രഹ്മണ്യ സാറൊക്കെ അതേക്കുറിച്ച് കൂടുതൽ പറയും, ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഒരു ദാർശനികമായ ഒരു സംജ്ഞ കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കൃഷ്ണൻ ഗോപികമാർ നമുക്കറിയാം 16,000. ഈ രാധാകൃഷ്ണ പ്രണയം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് ഏറ്റവും ഉദാത്തമായിട്ടുള്ള പ്രണയ സങ്കല്പമായിട്ടാണ് ഭാരതത്തിൽ നാം സങ്കല്പിക്കുന്നത്. അഷ്ടപതി എന്ന് പറയുന്ന രചനയുണ്ട്. ജയദേവരുടെ അഷ്ടപതി. ജയദേവര് ഒറീസയുടെയും ബംഗാളിൻ്റെയും അതിർത്തിയിൽ ഉള്ള ഒരു കവിയാണ്. അപ്പോൾ അതിൽ രാധാകൃഷ്ണ പ്രണയമാണ്. അത് ഈ പ്രണയാർദ്ര മാനസങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ലയാത്മകമായിട്ടുള്ള എത്രയും കാവ്യാത്മകമായിട്ടുള്ള അവതരണമാണ് ഈ അഷ്ടപതിയിൽ വരുന്നത്. ആ അഷ്ടപതിയാണ് അതിൽ ശൃംഗാരം നന്നായിട്ടുണ്ട്. ആ അഷ്ടപതിയാണ് അമ്പലത്തില് ദീപാരാധനയ്ക്ക് മുമ്പ് സോപാന സംഗീതമായിട്ട് നാം പാടുന്നതിൽ ഒന്ന് അഷ്ടപതിയാണ്.
അപ്പൊ ഈ അഷ്ടപതിക്ക് ഈ പ്രേമത്തിന് ഈ ആത്മീയവും അല്ലെങ്കിൽ ഈ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ ഒരു മറ്റൊരു ദാർശനികമായിട്ടുള്ള ഒരു അർത്ഥവും കൂടിയുണ്ട്. അത് ജീവാത്മാ പരമാത്മ എന്നുള്ള തലത്തിലേക്ക് ഉള്ള ഒരു അർത്ഥവും കൂടി അതിന് വേറൊരു വ്യാഖ്യാനമുണ്ട്. നിത്യചൈതന്യതി വളരെ ഗംഭീരമായിട്ട് അഷ്ടപതിയെ കുറിച്ചുള്ള ഒരു പഠനം, ഗീതഗോവിന്ദത്തെ കുറിച്ചുള്ളൊരു പഠനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആ ബന്ധങ്ങളുടെ ഇതിനകത്തെ മാനുഷികതയുടെയും ദൈവികതയുടെയും സൂക്ഷ്മതലങ്ങൾ യതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ സമീപിക്കാവുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഭാരതയുദ്ധത്തിലെ സാരഥിയാണ്, പാർത്ഥസാരഥിയാണ് കൃഷ്ണൻ. ദ്രൗപദിയുടെ ഏറ്റവും ദുരിതമാകും നിറഞ്ഞൊരു കാലഘട്ടത്തിൽ തോഴനാണ് കൃഷ്ണൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ നാനാഭാവം, കൃഷ്ണന്റെ നാനാഭാവങ്ങൾ 18 കഥാപാത്രങ്ങളിലൂടെ, മഹാഭാരതവുമായി ബന്ധപ്പെട്ട 18 കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സവിശേഷമായ ഗ്രന്ഥമാണ് ഈ കൃഷ്ണപ്രേമ പ്രചുരിമ എന്ന് പറയുന്നത്. അത് രാധ, ദ്രൗപദി, അർജുനൻ, കുന്തി, അക്രൂരൻ, വിതുരൻ, കുചേലൻ, കുബ്ജ, നന്ദഗോപർ, യശോദ, വസുദേവർ, ദേവകി, രുക്മിണി, അഭിമന്യു, ധർമ്മപുത്രർ, ഭീഷ്മർ, കർണൻ, അവസാനം ഉദ്ധവരും. അപ്പോൾ ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത്, ഇതിൽ ഓരോ ആളും, ഇപ്പോൾ രാധ അല്ലെങ്കിൽ ദ്രൗപദി, അവരുടെ കൃഷ്ണനുമായിട്ടുള്ള അവരുടെ ബന്ധം എങ്ങനെ, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള, ഒട്ടും തന്നെ വിപുലീകരിക്കാതെ അതിൻ്റെ സാരമായിട്ടുള്ള അതിൻ്റെ സംഘർഷങ്ങൾ, അതിൻ്റെ നന്മകൾ, സങ്കീർണതകൾ ഒക്കെ പറഞ്ഞുകൊണ്ടൊരു ബന്ധത്തെ അവതരിപ്പിക്കുകയും ഈ കഥാപാത്രങ്ങളുടെ ആത്മാഖ്യാനങ്ങൾ എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും അതിനുശേഷം അതിൻ്റെ അനുബന്ധമായിട്ട് എഴുത്തുകാരിയുടെ അതേക്കുറിച്ചുള്ള ദാർശനികമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളിലൂടി ചേർത്തിട്ടാണ് ഓരോ ലേഖനവും. 18 ലേഖനങ്ങളാണ് ഇതിലുള്ളത്. 18 തന്നെ പ്രത്യേകത നമുക്ക് ഉണ്ടെന്നറിയാം. 18 പർവ്വം അങ്ങനെയുള്ള 18 എന്നുള്ളതിൻ്റെ സംഖ്യയ്ക്കുള്ള പ്രത്യേകത നമുക്ക് അതിലേക്ക് കൂടുതലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ 18 പുരാണ കഥാപാത്രങ്ങളിലൂടെ കൃഷ്ണനെ കാണുന്ന ഒരു രീതിയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ അതിൽ കൃഷ്ണന്റെ ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വെണ്ണ കൽക്കുന്ന കൃഷ്ണൻ മുതൽ ഏറ്റവും ദാർശനികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്ന ഭഗവത്ഗീത ഉപദേശിക്കുന്ന കൃഷ്ണൻ വരെ എത്തുന്നത്, അതിനുശേഷം ഒരു അമ്പേറ്റ് മൃതനാകുന്ന കൃഷ്ണൻ എന്നുള്ളത് അടുത്ത തലമാണ്. ആ ദൈവവും അവിടെ മരിക്കുന്നുണ്ട്, ഒരു അമ്പ് കൊണ്ടാണ്, ഒരു അമ്പേറ്റാണ് അവിടെ കൃഷ്ണൻ. അത് നമുക്കറിയാം, മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബഹുഭാവ തരംഗിതമായിട്ടുള്ള ദൈവസാന്ദ്രതയുടെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളുള്ള, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ജൈവമായിട്ടുള്ള പ്രകാശ മേഖലകളുള്ള ഒരു ബന്ധമാണ് കൃഷ്ണനോട് ഭാരതീയർക്ക് ഉള്ളത്, ലോകമാകെ ഉള്ളത്. കൃഷ്ണ കോൺഷ്യസ്നസ് ലോകം മുഴുവനുള്ളതാണ്. അങ്ങനെയാണ് ഇസ്കോൺ പോലുള്ള സംഘടനകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കൃഷ്ണഭാവത്തെ വളരെ സതേജസമായി ചൈതന്യപൂർവ്വം തികഞ്ഞ സ്ത്രീത്വത്തോടുകൂടി നല്ല ഭാഷയിൽ, നല്ല ഒതുക്കമുള്ള പ്രൗഢമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഇങ്ങനെ ഒരു പുസ്തകം രചിക്കാൻ കഴിഞ്ഞതിൽ ശ്രീക്ക് അഭിമാനിക്കാം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം വന്നതിൽ. അപ്പോൾ ഈ പുസ്തകത്തെ അതിൻ്റേതായ ഗൗരവത്തിൽ എല്ലാവരും കാണണമെന്നും വായിക്കണമെന്നും, ഇത് കേവലം ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു നിരൂപം പോലെ ഈ പുസ്തകത്തെ കാണാതെ അത് സൂക്ഷ്മമായിട്ടുള്ള ഒരു ആത്മീയ അന്വേഷണത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പുസ്തകത്തിൽ കാണുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, എൻ്റെ എല്ലാ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നീട് ഈ പ്രകാശിപ്പിച്ച കൈ എങ്ങനെയാണെന്ന് എനിക്ക് അത്ര ബോധ്യം പോരാ, പക്ഷേ ഏറ്റുവാങ്ങിയ കൈയെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വളരെ ശില്പങ്ങൾ മെനയുന്ന കൈയാണത്. വളരെ സൗന്ദര്യാത്മകമായിട്ടുള്ള മാനസിക സങ്കല്പങ്ങളുള്ള ഒരാളുടെ കൈയാണ് അത് വാങ്ങിച്ചത്. അതുകൊണ്ട് കൊടുക്കുന്ന കൈയേക്കാൾ മഹത്വം വാങ്ങിച്ച കൈക്കുണ്ട് എന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ട് ഈ പുസ്തകം കൂടുതൽ ഐശ്വര്യത്തോടു കൂടി എല്ലാവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും
ഞാൻ നിർത്തുന്നു. ഈ കരിയൂർ സാറിനെ എനിക്ക് എത്രയോ നാളുകളായിട്ട് അറിയാവുന്നതാണ്. ദയാൽ സാറിനെ പണ്ട് മുതലേ അറിയാവുന്നതാണ്. പ്രകൃതി നമ്മുടെ ആൻക്ക് എന്ന് പറഞ്ഞ മാസികയുടെ കാലഘട്ടം മുതൽ സാറ് അതിനകത്തിരുന്ന കാലഘട്ടം മുതൽ എനിക്കറിയാം. പിന്നീട് വിജയൻ നായർ നാട്യഗ്രഹത്തിൻ്റെ നരേന്ദ്രപ്രസാദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ നാട്യഗ്രഹത്തിൻ്റെ ഒരു ഭാരവാഹി കൂടിയായിരുന്നു. വെറും ബാങ്ക് ഉദ്യോഗസ്ഥൻ മാത്രമല്ല. തോമസ് സാറിൻ്റെ കാര്യം നമുക്കറിയാം. എല്ലാവരും എത്രയും ഉന്നതമായിട്ടുള്ള ഒരു ജോലിയിൽ ഇരിക്കുമ്പോഴും എത്രയും സൗമ്യമായിട്ടും സൗമ്യനസ്യത്തോടുകൂടിയും തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ഒരുമിച്ച് നിർത്തുകയും സ്നേഹിക്കുകയും എന്തൊരു ഇപ്പോൾ എനിക്കതാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ സാർ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് എനിക്ക് തന്നെ വല്ലാതെ വിഷമം തോന്നിയിട്ടുള്ള ഒരവസ്ഥയാണ് അങ്ങനെ. അപ്പോൾ സാറ് സൂര്യനായിട്ട് എനിക്ക് 85 മുതലുള്ള പരിചയമാണ്. അദ്ദേഹം വലിയൊരു സ്കോളർ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രേറ്റ് സ്കോളർ. ബാങ്കിങ് രംഗത്ത് മാത്രമല്ല, ഈ എന്താണ് ബിസിനസ്, ഈ പഠന മേഖലകളിലെ, അതുപോലെ തന്നെ ഇപ്പം ആത്മീയമായിട്ടുള്ള മണ്ഡലത്തിലോട്ട് ഇവരെല്ലാവരും കൂടിയുള്ള ഈ സമ്മേളനം വളരെ അർത്ഥവത്തായി ഞാൻ അർത്ഥദീർഘമായി സംസാരിച്ചു. നമസ്കാരം. ഈ മഹനീയമായ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന രാമകൃഷ്ണൻ സാർ ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയമുള്ളവർ, കൃഷ്ണപ്രേമ രുചിരിമ എന്ന ഈ ബുക്കിലൂടെ ഒന്ന് കടന്നു പോകാൻ ഒരവസരം ലഭിക്കുകയുണ്ടായി. രാമകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഭക്തിയാണോ പ്രേമമാണോ, എന്താണ് ഈ സ്ത്രീയെ നയിച്ചുകൊണ്ട് പോയത് ഇങ്ങനെയൊരു കൃതി എഴുതാൻ എന്ന് ഇത് വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരാശങ്ക ഉണ്ടാകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഈ കൃതിയുടെ രചന രീതി. വളരെ കൗതുകകരമാണ്. കാരണം തൻ്റെ ആത്മാവിൻ്റെ ആവിഷ്കാരം മുഴുവൻ മറ്റ് പുരാണങ്ങളുടെ വലിയ കഥാപാത്രങ്ങളിലൂടെ കൃഷ്ണനിലേക്ക് എത്തിച്ചേരുന്ന, അങ്ങനെ സ്വയം കൃഷ്ണൻ ജയിച്ചു ചേരുന്ന ഒരു വലിയ അനുഭവം. എനിക്ക് തോന്നുന്നത് വായിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അനുഭവവേദ്യമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അധികമൊന്നും ഞാൻ ഈ ബുക്കിനെ പറ്റി പറയുന്നില്ല. കാരണം ഇനി ഇപ്പൊ തന്നെ സാർ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞു പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു കൃതി രചിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം, ഒരനുഭവം, അതിന് അതിനിയും തുടരട്ടെ എന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഈ സ്വയം കൃഷ്ണനിലേക്ക് ലയിച്ചു ചേർന്ന ഈ ഒരു പുസ്തക രചന, ഈ കൃഷ്ണപ്രേമ പ്രതിമ, ഇത് ഈ ലോകത്ത് എല്ലാവരും വായിക്കട്ടെ. വായിച്ച് അവരുടെ ഉള്ളിലുള്ള ഭക്തിയാണെങ്കിൽ ഭക്തി, ആ ഭക്തിയിലുള്ള പ്രേമമാണെങ്കിൽ അതൊക്കെ ഒന്ന് സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറത്തക്ക രീതിയിൽ ഈ പുസ്തകം പ്രചരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ അനുഗ്രഹങ്ങളും നേരുന്നു. ആരാധനായ അധ്യക്ഷൻ രാധാകൃഷ്ണൻ സാർ, ആരാധനായ സാർ, ആദരണീയരും പ്രിയപ്പെട്ടവരും, ബൗണ്ട്ലെസ് ലവ് ഓഫ് കൃഷ്ണ അത് പ്രകാശനം ചെയ്യാൻ സാധിച്ച ആ ഭാഗ്യത്തിൽ ഈ സന്തോഷമുണ്ട്. നന്ദിയോടെ, സ്നേഹത്തോടെ അതിന് കാരണഭൂതരായവരോട് എൻ്റെ എല്ലാ ആദരവും അറിയിക്കും. പരിജ്ഞാന പ്രചുരമയുടെ ഒരു ഓളത്തിൽ, അത് നൽകിയ ആനന്ദത്തിൽ ഉത്തുംഗ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ആളുകളോട് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ദയവായി ഒരു ബ്രേക്ക് എടുക്കണം, അല്പം താഴോട്ട് വരണം. കാരണം വളരെ ഇതിനകത്തൊന്നും കാര്യമായ പരിജ്ഞാനം, അതിൻ്റെ അറിവ് തന്നെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. SPT
കുടുംബത്തിലെ എൻ്റെ അനുജനാണെങ്കിലും ഈ വിഷയത്തിൽ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കെ.എസ്. സുബ്രഹ്മണ്യൻ അദ്ദേഹം വീണ്ടും നിങ്ങളെ ഇതേ തലത്തിലേക്ക് ഉയർത്തുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ പരിമിതികളുണ്ടായിട്ടും ഇവിടെ നിൽക്കാൻ എനിക്ക് ശക്തി വരുന്നത് ഈ ബുക്കിൻ്റെ സത്ത ഞാൻ മനസ്സിലാക്കിയത്. അത് നമ്മൾ പ്രേമമെന്നുള്ളതിന് നമുക്കറിയാം, രാസലയിലെ ഭാവങ്ങളും എല്ലാം പല നേരത്തെ സുഖങ്ങളുള്ള തെറ്റിദ്ധരിപ്പിയിട്ടുള്ളത് ഇതിനെപ്പറ്റി അറിയാൻ വരാത്തവർക്ക് പല തെറ്റായ ധാരണയുള്ള പല പല ഭാവങ്ങളുണ്ട്. ഞാനത് മലയാളത്തിൽ നമ്മൾ എല്ലാത്തിനുമൊക്കെ സ്നേഹം അതിൽ വ്യത്യസ്ത തലങ്ങളും ഭാവങ്ങളും. ആ സ്നേഹത്തിൻ്റെ ബലത്തിലാണ് ശ്രീയുടെയും സദാനന്ദൻ്റെയും സ്നേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നേരത്തെ സദാനന്ദ സൂചിപ്പിച്ചതുപോലെ 3 വർഷം മുമ്പ് സ്നേഹമന്ത്രണങ്ങൾ വായിച്ച സമയത്താണ് ഞാൻ ശ്രീയുമായിട്ട് പരിചയപ്പെടുന്നത്. അത് വായിച്ചപ്പോൾ ഇവിടെ സാറ് ഗംഗാപ്രവാഹത്തെ പറ്റുന്നത് അതിൽ ആത്മീയ ചൈതന്യം തുളിഞ്ഞു നിൽക്കുന്നു. അതിൽ നിർമ്മലമായ സ്നേഹത്തിൻ്റെ ഒരു അനർഗളമായ പ്രവാഹം. ഇതൊന്നും എഴുതാനും പറയാൻ അറിയാത്താണെങ്കിലും ഞാനത് വായിച്ചു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ SP കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞാൻ താമസിയാതെ വിളിച്ചു. അന്ന് തോന്നിയ അടുപ്പം അത് പിന്നീട് സ്ത്രീയുമായിട്ടും സദാനന്ദനുമായിട്ടും ആ കുടുംബമായിട്ട് തന്നെയുള്ള ഒരു ആളുടെ ബന്ധമായിട്ട് മാറിക്കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രചോദനം നൽകുന്ന വേറൊരു വലിയ ഘടകമുണ്ട്. SPTയിലെ എൻ്റെ സുഹൃത്തുക്കൾ, അതിനപ്പുറമായിട്ട് CMS കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു തലങ്ങളിലുള്ള സുഹൃത്തുക്കളായിട്ട് പലരും കൃഷ്ണഭക്തരാണ്. ഇതോടൊപ്പം ഇവിടുത്തെ SPT കുടുംബത്തിലെ അതിന് എത്രയോ പേരുടെ സംഗീതമാണ്. പുസ്തകത്തെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. കമ്മിങ് ടു ദി ബുക്ക് Boundless Love of Krishna, it stands out for the remarkable translation. It has further enhanced the spiritual growth of the country. Gurudeva richly deserves accolades for the way you have kept the soul intact and you have preserved the spiritual depth and nuances. ആഴമേറിയ ആത്മീയതയുടെ പല തലങ്ങളും ഭാവങ്ങളുള്ള പുസ്തകമാണ്. ഞാൻ വിശദമായിട്ട് വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അത്തരം ഒരു പുസ്തകം അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ അതിൻ്റെ ആഴം നിലനിർത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രമകരമായ കാര്യമാണ്. വളരെ തികഞ്ഞ അവധാനതയോടുകൂടി പ്രിയപ്പെട്ട ഗുരുദത്തം ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അമ്മയുടെ ഉൾക്കാഴ്ചകളെപ്പറ്റി അറിയാവുന്നതാണ്, ആത്മീയ ദർശനങ്ങളെപ്പറ്റി അറിയാവുന്നതാണ്, അമ്മയുടെ ഉള്ളിലെ ആത്മീയ ചൈതന്യത്തിൻ്റെ തിളക്കം അനുഭവിച്ചറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗുരുദത്ത് ഒരു തപസ്യ പോലെ ഈ കർമ്മം നിർവഹിക്കുകയായിരുന്നു. ഇനി സ്ത്രീയിലേക്ക് തിരിച്ചു വന്നാൽ സ്ത്രീയുടെ മുൻകൃതികളിലെ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഭാവങ്ങൾ കുറേ കൂടെ ഉദാത്തമായ ഒരു തലത്തിലേക്ക് ഉൾപ്പെടുത്തി കൃഷ്ണ ഭഗവാനുള്ള ഒരു ഭക്തി നിർഭരമായ ഭക്തിസാന്ദ്രമായ ഒരു സമർപ്പണം പോലെയാണ് ഇത് രചിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പുസ്തകം വായിച്ചും അല്ലാതെ സ്ത്രീയെ ഇപ്പോൾ അറിയാം. അത് വളരെ ഹ്രസ്വമായ ബന്ധമാണ്. ഭക്തിപൂർവ്വമുള്ള നിരന്തരമായ ധ്യാനത്തിലൂടെ, സമർപ്പണത്തിലൂടെ, പരമചൈതന്യത്തിൻ്റെ ഉറവിടം തേടിയുള്ള തീർത്ഥയാത്രയിൽ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള ആത്മനിർമ്മതി, പരമാനന്ദം, ഇതിൻ്റെയൊക്കെ ശക്തമായ പ്രതിഫലനങ്ങളാണ് പുസ്തകത്തിൽ കാണുന്നത്. ഇതിൻ്റെ അവതാരികയെ പറ്റി, അവലോകനത്തെ പറ്റി പെട്ടെന്നൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കൃതിയുടെ മാറ്റുകൂട്ടുന്നത് രണ്ടും, ഇത് രണ്ടിലും പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്നു. ദേവമാർസ്ഥാന്
കൃഷ്ണ ഭഗവാൻ ഭക്തനോട് പറയുന്ന കാര്യം പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, നീ എന്നെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് മനസ്സ് എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ നോക്കുമ്പോൾ നീ എന്നെ തന്നെ പ്രാപിക്കും. അതുപോലെ മഹാപ്രതിഭയായ ടി രാധാകൃഷ്ണൻ്റെ അദ്വൈത വീക്ഷണവും വിസരിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണത്താണ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് അതീതര തലങ്ങളിലേക്ക് പോകുന്ന കാര്യമൊന്നും പറയുന്നു. സിമ്പിളായിട്ട് ഏകമാർത്താറും ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നേരായ മാർഗത്തിൽ ഈശ്വരനെ തേടുന്നതിന് പകരം ദൈവത്തെ ഒരു നിഗൂഢ ശക്തിയായിട്ട്, അത് രാധാകൃഷ്ണൻ സാർ പറയുന്നു, നിഗൂഢ ശക്തിയായിട്ട് വിശദീകരിച്ച് ഭയപ്പെടേണ്ട ഒരു ദൈവമായിട്ട് കാണുക. അദ്വൈത വിഷയത്തിൻ്റെ വിശദാംശങ്ങളിൽ ക്രിസ്തീയ വേദശാസ്ത്ര ഞാൻ പലരും യോജിക്കുകയായിരുന്നു. പക്ഷേ ഇത് മറ്റൊരു ഞാൻ പറയുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ട് വചനങ്ങളും കൂടെ ചേർത്ത് പറയുമ്പോൾ ഞാൻ എന്താണുള്ളതെന്നും ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കും. നിങ്ങൾ എന്നിൽ വസിക്കൂ, ഞാനും നിങ്ങളിൽ വസിക്കൂ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. നിങ്ങൾ വാസ്തവമായി എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കൃഷ്ണനിലൂടെയാണെങ്കിലും ക്രിസ്തുവിലൂടെയാണെങ്കിലും പരമചൈതന്യത്തിൻ്റെ ഉറവിടം തേടിയുള്ള യാത്രകളിൽ ഒത്തിരി സമാനതകളുണ്ട്, വിശദാംശങ്ങളിൽ വ്യത്യാസങ്ങൾ, പക്ഷേ ലക്ഷ്യമുണ്ട്. സാർവലൗകിക സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ ഒരു വലിയ പ്രതീകമാണ് സ്ത്രീ. അതുകൊണ്ട് ഈ ചിത്രം വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാരണം അതാണ് എൻ്റെ മനസ്സിനേറ്റവും ഇഷ്ടമുള്ള കാര്യം. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ കിളിരൂർ രാധാകൃഷ്ണൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തക എന്ന നിലയിലും ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിലും ശ്രീയും അവരുടെ കുടുംബവുമായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള രചനകൾ പണ്ടും നടത്തിയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ അതൊന്നും പുറം ലോകം കാണരുത്, അല്ലെ കാണേണ്ട എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ചും സദാനന്ദൻ്റെയും അവരുടെ മക്കളുടെയും സ്നേഹപൂർവമായ നിർബന്ധവും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകൃതമായത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ട ഈ പുസ്തകം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 18 പുരാണ കഥാപാത്രങ്ങൾ ശ്രീകൃഷ്ണനോട് നടത്തുന്ന ആത്മനിവേദനങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ അച്ഛനുണ്ട്, വളർത്തച്ഛനുണ്ട്, ഭാര്യയുണ്ട്, കാമുകിയുണ്ട്, അമ്മയുണ്ട്, വളർത്തമ്മയുണ്ട്, സതീർത്ഥനുണ്ട്. അങ്ങനെ ഏതാണ്ട് എല്ലാ ബന്ധങ്ങളും അതിൽ നമുക്ക് കാണാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ ബന്ധങ്ങളുടെ ഭാവങ്ങളിലെല്ലാം ശ്രീ കൃഷ്ണനെ എങ്ങനെ, അല്ലെങ്കിൽ സ്ത്രീയുടെ മനസ്സിലുള്ള ഭക്തി എന്താണോ അതാണ് നേരത്തെ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ച പോലെ അതുതന്നെയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് എനിക്കും തോന്നുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം അറിയണമെങ്കിൽ നമ്മുടെ അവതാരികയിൽ ശ്രീ കെ ജയകുമാർ സാർ എഴുതിയിരിക്കുന്ന, അദ്ദേഹം ഈ പുസ്തകത്തിൽ ശ്രീ സ്വീകരിച്ചിരിക്കുന്ന രചനാ ശൈലിയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗം വായിച്ചാൽ മതി. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്നും, അതുപോലെ തന്നെ വിശ്വവിഖ്യാതനായ ഖലീൽ ജിബ്രാൻ്റെ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട
യേശുക്രിസ്തുവിനെ പറ്റി 60ഓളം പേർ അവരുടെ യേശുക്രിസ്തുവിനെ വാഴ്ത്തിയും ഇകഴ്ത്തിയും, അങ്ങനെയാണ് ആ അവതാരികയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ശൈലിയുമായിട്ടാണ് അദ്ദേഹം ഇതിനെ താരതമ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ മഹത്വം മറ്റ് പലരും കൈവച്ചിട്ടില്ലാത്ത ഒരു ശൈലി ഈ പുസ്തക രചനയിൽ ശ്രീക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞു. അതിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഇതുപോലുള്ള രചനകൾ ഇനിയും ശ്രീയുടെ മനസ്സിൽ നിന്നും തൂലികയിൽ നിന്നും വരട്ടെ. അതിന് ശ്രീക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ശ്രീമതി ശ്രീ എഴുതിയ കൃഷ്ണപ്രേമ പ്രചുരിമ എന്ന പുസ്തകത്തെ ആസ്വാദക സമക്ഷം അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രചുരിമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആധിക്യം ഒക്കെയാണ്. അത്യാധിക്യം, ബൗണ്ട്ലെസ്, ലിമിറ്റ്ലെസ് എന്നൊക്കെ നമുക്ക് പറയാം. അബണ്ടൻസ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിറയെ കൃഷ്ണപ്രേമത്തിൻ്റെ ആധിക്യമാണ്. ഇത് ശ്രീകൃഷ്ണ ഭക്തരുടെ കഥകളാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. ഈ പുസ്തകത്തെ പറ്റിയുള്ള ഒരു വിമർശനാത്മകമായ പ്രഭാഷണമല്ല എൻ്റേത്. അതിൻ്റെ ആസ്വാദനവുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ പ്രഗത്ഭരായ ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ഈ പ്രസാദന കുറിപ്പിലെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ പരമസത്യത്തെ കണ്ടറിഞ്ഞ ഹൃദയങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണ് ഈ പുസ്തകം. അതാണ് പ്രസാദന കുറിപ്പിൽ പറയുന്നത്. പിന്നീട് പ്രശസ്ത സാഹിത്യകാരനും സിനിമാ പ്രവർത്തകനുമായ സി രാധാകൃഷ്ണന്റെ അനുഗ്രഹക്കുറിപ്പ്, ശ്രീ ജയകുമാർ ഐ.എസിന്റെ അവതാരിക, ഇതിനെപ്പറ്റിയെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഏതായാലും എനിക്കതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഇടയൂർ രാധാകൃഷ്ണൻ സാറ് കൃഷ്ണാർപ്പണമസ്തു എന്ന പേരിൽ ഒരു ഈടിട്ട ഒരു അവലോകനം എഴുതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്. ഈ പുസ്തകം വായിച്ചപ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാഭാഗവതത്തിൽ പറയാനുണ്ട്, അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നൈമിഷാരണ്യത്തിൽ മഹാഭാഗവതം കഥ അവതരിപ്പിക്കാനായിട്ട് സൂതൻ എത്തിച്ചേരുമ്പോൾ ശൗനകാദി മഹർഷിമാര് ഈ ഭാഗവത കഥയെക്കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, യഥാതീതം യഥാമതി. എന്നെ കൊണ്ട് എന്ത് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എന്താണോ മനസ്സിലാക്കിയത്, എന്താണോ എൻ്റെ ബുദ്ധിയിലുള്ളത്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഭഗവാനെ കുറിച്ച് അതിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ പുസ്തകം അവതരിപ്പിക്കുമ്പോൾ നിൽക്കുന്നത്. ഇതിലെ ഓരോ കഥയും 2 ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. 18 അധ്യായങ്ങളാണുള്ളത്. ഈ 18 എന്നുള്ള വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായങ്ങളാണുള്ളത്. ശബരിമലയിൽ 18 പടികളാണുള്ളത്. ഇങ്ങനെ 18 എന്നുള്ള വാക്കിൽ ആ ഒരു സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, അത് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ 15 ബുദ്ധി, മനസ്സ്, അഹങ്കാരം. ഈ 3 ചേരുന്നതാണ് ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്. ഇതാണ് 18 എന്നുള്ള വാക്കിന്റെ ആ ഒരു സംഖ്യയുടെ പ്രത്യേകത. ഏതായാലും അങ്ങനെ ഒരു സംഖ്യ തിരഞ്ഞെടുത്തത് വളരെ നന്നായി എന്ന് ഞാൻ പറയുന്നു. കാരണം മഹാഭാഗവതത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ശ്രീകൃഷ്ണ ഭക്തരുടെ എണ്ണം എന്ന് പറയുന്നത് 18 അതിലേറെയാണ്.
പക്ഷെ കൃത്യമായി 18 ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരുടെ കഥകൾ ഇവിടെ ശ്രീ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഓരോ അധ്യായത്തിലും 2 ഭാഗങ്ങൾ. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിൻ്റെ മനസ്സിൽ കൂടി സഞ്ചരിക്കുന്ന ചിന്തകളാണ്. രണ്ടാമത്തെ ഭാഗത്ത് അനുബന്ധം എന്നുള്ള നിലയ്ക്ക് ശ്രീയുടെ ചില ചിന്താധാരകൾ. ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. രാധയുടെ അശ്രുപൂജ എന്ന അധ്യായത്തിൽ രാധ ഒരു കാര്യം തിരിച്ചറിയുന്നു. നീയും ഞാനും ഒന്ന് തന്നെയാണ്. സ്ത്രീ പുരുഷ ഭാവങ്ങളുടെ അതിമനോഹരമായ ലയനമാണ്. ഇവിടെ ഈ ഏകാത്മകത വരുന്നത് അദ്വൈതം എന്ന ഒരു മനോഹരമായ കോൺസെപ്റ്റ്. അത് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ തന്നെ കാതലായ അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ്. ആ ഒരു കാര്യമാണ് ഈ രാധയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് പറയുന്നത് ദ്രൗപദിയെ പറ്റിയാണ്. ദ്രൗപദിയെ പറ്റി പറയുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീ കഥാപാത്രമാണ് മഹാഭാരതത്തിൽ. ഓരോരോ ഘട്ടങ്ങളിലും, സന്ദിഗ്ധ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ദ്രൗപദിയെ സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ദ്രൗപദിയുടെ സ്വന്തം ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് ശ്രീകൃഷ്ണന് വളരെയധികം പ്രാധാന്യമുണ്ട്. വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ദ്രൗപദിക്ക് വേറൊരു പേരുണ്ട്, കൃഷ്ണ എന്നാണ് പേര്. അപ്പൊ ആ പേരും കൂടെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത്. അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ആ ദൃഢബന്ധത്തിന് കാരണം അവര് രണ്ടുപേരും നരനാരായണന്മാരുടെ അവതാരമാണ് എന്നുള്ളതാണ്. അങ്ങനെ പക്ഷെ അർജുനൊരു പ്രത്യേകത, അദ്ദേഹം ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, അർജുനനിലൂടെയാണ് ഭഗവാൻ നമുക്ക് ഗീതാമൃതം പകർന്നു തന്നത്. അർജുനൻ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു ഭഗവത് സുധ നമുക്ക് ലഭിക്കില്ലായിരുന്നു. സർവോപനിഷദോ ഗാവോ ദുഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന് പറയും. ഇവിടെ ഉപനിഷത്തുകളെല്ലാം പശുക്കളാണ്. ആ പശുക്കളുടെ നിന്നുള്ള ആ പാല് അർജുനൻ എന്നുള്ള ആ ഒരു പ്രാവിനെ നിർത്തിക്കൊണ്ട് അതിലൂടെയാണ് ഭഗവാൻ കറന്നെടുത്തത്. അങ്ങനെ നമുക്ക് ഗീതാമൃതം നമുക്ക് തന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെന്റ് ഗ്രന്ഥമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഗീത. അപ്പോൾ അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വെറും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കസിൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ഉള്ളൊരു ബന്ധമല്ല. അതിലേറെ അതൊരു വലിയ ഗുരു ശിഷ്യ ബന്ധമാണ് എന്ന് പറയണം. അത് ആ യുദ്ധഭൂമിയിൽ വന്നതാണ്. ആ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ ഇടിക്കത്തകരാബോധനായി നിൽക്കുന്ന അർജുനൻ ശ്രീകൃഷ്ണന്റെ കാലിൽ വീണ് ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം എന്ന് പറഞ്ഞ് ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ കാൽക്കൽ വീഴുമ്പോഴാണ് ഗീത ഉപദേശിക്കുന്നത്. അതിനു മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അവരെത്രയോ സമയം ഒന്നിച്ചു നിന്നവരായിരുന്നു. പക്ഷേ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് അത് നടന്നത് എന്നുള്ളത് ഓർക്കുക. ഇനി കുന്തിദേവി, വളരെ ഭംഗിയായിട്ടാണ് കുന്തിദേവിയുടെ ആ കഥാപാത്രത്തെ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കുന്തിദേവി ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചത് വീണ്ടും വീണ്ടും ദുഃഖം തന്നുകൊണ്ടിരിക്കണമെന്നാണ്. അപ്പോൾ ദുഃഖം ഉണ്ടാകുന്ന സമയത്താണ് ശ്രീകൃഷ്ണ സ്മരണ ഉണ്ടാകുന്നത്. ഈശ്വര സ്മരണ ഉണ്ടാകുമ്പോഴാണ് മനസ്സ് ശുദ്ധമാകുന്നത്. അങ്ങനെ മനസ്സ് ശുദ്ധമാകുന്ന ആ ഒരു അവസ്ഥയിലാണ് മോക്ഷം കിട്ടുന്നത്. മോക്ഷത്തിനായിട്ട് വേറൊരു ലോകത്തേക്കൊന്നും പോകണ്ട. അത് നമ്മുടെ മനസ്സിലുള്ള ഒരു ഭാവമാണ്, അത് നമ്മുടെ സ്വരൂപമാണ്. അങ്ങനെ കുന്തി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് കുന്തി അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ കഷ്ടപ്പാടുകളായിരുന്നു.
ആ കഷ്ടപ്പാടുകളെല്ലാം തരണം ചെയ്യാനായിട്ട് അവരെ സഹായിച്ചത് ഭഗവാനായിരുന്നു, ഭഗവത് സ്മരണയായിരുന്നു. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വല്യമ്മച്ചി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് കൃഷ്ണ എനിക്ക് ദുഃഖങ്ങൾ തന്നുകൊണ്ടേയിരിക്കണം. ശ്രീകൃഷ്ണൻ തഥാസ്തു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് ദുഃഖങ്ങളെ നേരിടാനുള്ള കരുത്തുണ്ടെങ്കിൽ കുണ്ടിയെ പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അല്ലെങ്കിൽ അത് ചെയ്യരുത്. ഇനി അടുത്ത അവതരിപ്പിക്കുന്നത് അക്രൂരനെ പറ്റിയാണ്. ബാലനായ ശ്രീകൃഷ്ണനെ ഗോകുലത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി കംസന്റെ ഒരു യജ്ഞം നടക്കുന്നുണ്ട്. ആ യജ്ഞത്തിലേക്ക് കൊണ്ടുവന്ന് കംസന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കണം. ആ ദൗത്യമായിട്ടാണ് അക്രൂരൻ വന്നത്. പക്ഷേ ഗോകുലത്തിൽ കടന്നപ്പോൾ തന്നെ, കാലിൽ വെച്ചപ്പോൾ തന്നെ അദ്ദേഹം ഭക്തനായി മാറുകയും പിന്നെ അവസാന നിമിഷം വരെ ശ്രീകൃഷ്ണ ഭക്തനായിട്ട് അങ്ങനെ നടന്ന ഒരു മഹാനുഭാവനാണ് അക്രൂരൻ. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും അദ്ദേഹം ക്രൂരനല്ല, അക്രൂരനാണ്. പിന്നീട് വിതുരനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മഹാഭാരതത്തിൽ വളരെ നിർണായകമായ ഒരു സന്ദർഭമുണ്ട്. അത് ഭഗവത് ദൂതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദുര്യോധനത്തിന്റെ സഭയിൽ, കൗരവ സഭയിൽ വന്നിട്ട് യുദ്ധം ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് വരുന്നു. അങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോൾ ഒരു അതിഥിക്ക് വേണ്ട സ്വീകരണങ്ങളെല്ലാം ദുര്യോധനൻ ഒരുക്കിയിട്ടുണ്ട്. നല്ല മുറി, ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങളും സേവകരും എല്ലാവരും റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, ഞാൻ വിതുരരുടെ വീട്ടിൽ ചെന്ന് താമസിച്ചോളാം. അങ്ങനെ വിതുരരുടെ വീട്ടിലെത്തിയ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വീകരിച്ച് തൻ്റെ എളിയ ഭവനത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭഗവാനുള്ള പ്രേമം അത്യധികമാണ്. ഒരു പഴം ഉരിച്ചിട്ട് ആ പഴം കൊടുക്കുന്നതിന് പകരം തൊലി കൊടുത്തു ഭഗവാന്. ഭഗവാൻ ആ തൊലി കഴിച്ചു ശ്രീകൃഷ്ണൻ. അതാണ് ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഭാവത്തെയാണ് അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ എന്ത് ഭാവത്തിലാണോ ഒരാളോട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, ആ ഭാവത്തിൽ തന്നെ ആയിരിക്കും ഭഗവാൻ അതിന് മറുപടി കൊടുക്കുന്നത്. ഏതായാലും ആ കൗരവ സഭയിൽ വെച്ച് വിതുരൻ ഒരു അപമാനം നേരിട്ട് ദുര്യോധനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുള്ള ആ ഒരു അപമാനം സഹിക്കവയ്യാതെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്നു. പിന്നീട് മഹാഭാരത യുദ്ധത്തിനെല്ലാം ശേഷം ശ്രീകൃഷ്ണൻ സ്വധാമത്തിൽ എത്തിയതിന് ശേഷം അതിൻ്റെ വാർത്ത അറിയുമ്പോൾ അതീവ ദുഃഖിതനാകുന്നു. ഭഗവാന്റെ ആത്മമിത്രമായ ഉദ്ധവരാണ് ഈ കഥ പറയുന്നത്, ഈ വാർത്ത പറയുന്നത്. അപ്പോൾ അത് യമുനാ തീരത്ത് വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്താണ് പറഞ്ഞത്, അങ്ങയോട് എന്നോട് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അത് ഞാനല്ല പറയേണ്ടത്, നിങ്ങൾ യമുനാ തീരത്തേക്ക് ചെല്ലൂ, ഗംഗാതീരത്തിലേക്ക് ചെല്ലൂ, അവിടെ മൈത്രേയ മഹർഷി അങ്ങയെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ മൈത്രേയ മഹർഷിയെ ചെന്ന് കാണുമ്പോൾ ഭഗവാൻ വിതുരരോട് പറയണം എന്ന് പറഞ്ഞ മൈത്രേയനോട് പറഞ്ഞ കാര്യങ്ങൾ മൈത്രേയ മഹർഷി പറയുന്നു. അത് ആ സ്നേഹത്തിൻ്റെയും നേരത്തെ പറഞ്ഞ ദാർശനിക തലത്തിലേക്ക് പോകുന്ന ഉപദേശങ്ങൾ ആണ്. വിതുരനീതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രായോഗിക ഭരണതത്വ സംഹിതയാണ്. ഒരു പ്രാക്ടിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഗൈഡ് ലൈൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു ഹാൻഡ് ബുക്കാണ് ശരിക്കും. ഇന്നത്തെ ഭരണതന്ത്രജ്ഞർ അത് ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ വളരെയധികം നന്നായിരുന്നേനെ എനിക്ക് തോന്നുന്നു. യമധർമ്മന്റെ അവതാരമായ വിതുരൻ അദ്ദേഹം ഒരിക്കൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിരുന്നില്ല. അടുത്തത് ഭക്തകുചേലന്റെ കഥയാണ് പറയുന്നത്. അത് വളരെ പ്രസിദ്ധമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും തൻ്റെ കൂടെ
പഠിച്ചിരുന്ന സന്തത സഹചാരി ആ കാലഘട്ടത്തിൽ സതീർത്ഥനായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് നാളെ എന്നായിട്ട് അത് മാറ്റി വെച്ച് അവസാനം എത്തിച്ചേരുന്ന ആ കുചേല ബ്രാഹ്മണനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ കൈകളിൽ ഉയർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ അകത്തേക്ക് ആനയിക്കുകയാണ്. എന്തൊരു ഭാഗ്യമാണ് ഈ കുചേല ബ്രാഹ്മണനുള്ളത്. ഭഗവാന്റെ സ്പർശം കിട്ടുന്നു. മറ്റു പലർക്കും കിട്ടാത്തതാണ് കുചേലിന് കിട്ടിയത്. കാലുകൾ കഴുകിയത് ഭഗവാൻ തന്നെയാണ്. അതിന് വെള്ളമൊഴിച്ചു കൊടുത്തത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണി ദേവിയാണ്. പള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു, നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിച്ച കാര്യമാണ്, അന്ന് പ്രസിദ്ധമാണല്ലോ. അങ്ങനെ ഒരു പിടി അവൽ ഭഗവാനെ കാണിക്കയായിട്ട് വെക്കുമ്പോൾ അതിന് പകരം ഭഗവാൻ നൽകുന്നത് അനന്തമായ ഭൗതിക ഐശ്വര്യങ്ങളാണ്. പിന്നെ കുബ്ജ, നന്ദഗോപൻ, ഈ രണ്ട് കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കിക്കോളും. അതിനുവേണ്ടി എനിക്ക് സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ യശോദ, ആ ഒരു കഥാപാത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറേ വാക്കുകൾ പറയേണ്ടി വരും. ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ആദ്യത്തെ 10 വർഷം ഗോകുലത്തിൽ വസിക്കുമ്പോൾ ഭഗവാന്റെ അമ്മയായിട്ട് വർത്തിച്ചത്, ശ്രീകൃഷ്ണന്റെ അമ്മയായിട്ട് വർത്തിച്ചത് യശോദയാണ്. എത്രയെത്ര അത്ഭുതങ്ങൾ, എത്രയെത്ര ലീലകൾ, എത്രയെത്ര കുണ്ടാമണ്ടിത്തരങ്ങൾ ഭഗവാൻ കാണിച്ചു. അതെല്ലാം സഹിച്ച് അതെല്ലാം ആസ്വദിച്ച ഒരു മഹാനുഭാവയാണ് യശോദ. അപ്പോൾ ആ അമ്മ അനുഭവിച്ച ആനന്ദാതിരേകത്തെ പറ്റി നമുക്കൊന്നും പറയാനാവില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പാപനാശം ശിവൻ അതിനെപ്പറ്റി പാടിയ ഒരു പാട്ടുണ്ട്. എന്നതവം ചെയ്തന്നെ യശോദ, എന്നതവം ചെയ്തന്നെ, எங்கும் நிறைந்த பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை. ഈ ഒരു പാട്ട് കേട്ടാൽ മതി. ഉദരത്തിൽ ചുമന്നിട്ടും ഭഗവാനെ വളർത്താനാവാത്ത ഒരു വ്യക്തിയുണ്ട്. അതാണ് സാക്ഷാൽ ദേവകി ദേവി. ഹതഭാഗ്യയായ പെറ്റമ്മയാണ്. പക്ഷെ കംസവധത്തിന് ശേഷം ശ്രീകൃഷ്ണനും വസുദേവ ദേവകിമാരുടെ കൂടെ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇനി ശ്രീകൃഷ്ണന് വേണ്ടി മാത്രം ജന്മമെടുത്തവളാണ് രുക്മിണി ദേവി. രുക്മിണി ദേവി അതിന് വിദർഭ രാജകുമാരിയാണ്. ശിശുപാലൻ എന്ന വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് സഹോദരനായ രുക്മി തീരുമാനിച്ച ഘട്ടത്തിൽ രുക്മിണി ഒരു സന്ദേശം അയക്കുന്നു. അത് ഭഗവാന് എത്തിക്കാനായിട്ടൊരു ബ്രാഹ്മണനെ അയക്കുന്നു. ഈ സന്ദേശം കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നും ശ്രീകൃഷ്ണന്റെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ. അദ്ദേഹം ഉടൻ തന്നെ ഇവിടുന്ന് പടയുമായിട്ട് തൻ്റെ സൈന്യവുമായിട്ട് വിദർഭ രാജ്യത്തിലേക്ക് വരികയും രുക്മിയുമായ ഘോരമായ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന് ശേഷം രുക്മിണിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഭഗവാൻ കൊടുക്കുന്നത് വീര്യശുൽക്കമാണ്. പണ്ടുകാലത്തൊക്കെ ഈ വരദക്ഷിണ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. വരൻ കൊടുക്കേണ്ട ദക്ഷിണയാണ്, അതാണ് ശുൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വീര്യശുൽക്കമാകാം. തൻ്റെ വീര്യം കൊണ്ട് കന്യകയെ നേടുക എന്നുള്ളത് ശ്രീരാമൻ ചെയ്തത് അത് തന്നെയാണ്. ഏതായാലും രുക്മിണി ദേവി അങ്ങേയറ്റം വരെയും ഭഗവാനോട് കൂടെ നിന്ന് ഭഗവാന്റെ സന്തത സഹചാരിണിയായി എല്ലാ കാര്യങ്ങളിലും ഭഗവാനോടൊപ്പം നിന്ന് ഒരു വ്യക്തിയാണ്. മഹാഭാരത യുദ്ധത്തിലെ വേറൊരു ഗംഭീരമായ ഒരു യുദ്ധരംഗമുണ്ട്. വെറും 16 വയസ്സ് മാത്രമുള്ള അഭിമന്യു ദ്രോണർ രചിച്ച ചക്രവ്യൂഹത്തിനകത്ത് പ്രവേശിച്ച് സകല യോദ്ധാക്കളും ഉണ്ട്. കൗരവരുടെ ഭാഗത്തുള്ള കർണനടക്കമുള്ള എല്ലാവരെയുമായിട്ട് യുദ്ധം ചെയ്യുന്ന രംഗമുണ്ട്.
ആ സമയത്ത് അർജുനൻ അവിടെ ഉണ്ടായിരുന്നില്ല. നാരായണീ സേന എന്ന് പറഞ്ഞ സേനയുമായിട്ട് യുദ്ധം ചെയ്ത് മാറുകയായിരുന്നു. ആ മരണത്തെ വേണമെങ്കിൽ ഭഗവാന് തടുക്കാമായിരുന്നു, പക്ഷെ തടുക്കില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ മകൻ വർച്ചസ്സാണ് അഭിമന്യുവായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ചന്ദ്രൻ പറഞ്ഞിരുന്നു, 16 വർഷത്തിൽ കൂടുതൽ ഈ കുട്ടിയെ എനിക്ക് പിരിഞ്ഞിരിക്കാനാവില്ല, തിരിച്ചുവിടണം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് ആ സമയത്ത് ആ മരണം സംഭവിക്കേണ്ടതാണ്. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, മരണം അനിവാര്യമാണ്. മരണത്തെ തടയാൻ വളരെ പ്രയാസമാണ്. വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ മരണം അങ്ങനെ തടയപ്പെട്ടിട്ടുള്ളൂ. മാർക്കണ്ഡേയ ചരിത്രത്തിലൊക്കെ അതുണ്ട്. ഏതായാലും ആ അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷത്തിനെ ഭഗവാൻ രക്ഷിക്കുന്നു. അത് മഹാഭാരതത്തിൽ വരുന്ന ഒരു കഥയാണ്. ഇനി ജ്യേഷ്ഠപാണ്ഡവനായ യുധിഷ്ഠിരൻ, അദ്ദേഹം ധർമ്മപുത്രനാണ്. ശ്രീകൃഷ്ണ പ്രേമത്തിൽ അടിയുറച്ചു നിന്ന് തൻ്റെ ധർമ്മനിഷ്ഠയിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഭരണം കാഴ്ചവെക്കുന്ന ഒരാളാണ്. രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിലാണ് കിടന്നുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചിരുന്നത്. എല്ലാ ദിവസവും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം അദ്ദേഹം അനുഭവിച്ചിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും ഉത്തരായന കാലം അടുക്കണം, അതിനുശേഷം മരണം സ്വീകരിക്കാം. അദ്ദേഹം സ്വച്ഛന്ത വൃത്തി വരുന്നു. എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിച്ചോ ആ സമയത്ത് അദ്ദേഹത്തിന് മരിക്കാൻ സാധിക്കും. അങ്ങനെ 58 ദിവസങ്ങൾ ശരശയ്യയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ICU അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല, യുദ്ധക്കളത്തിലാണ് കിടക്കുന്നതെന്ന് ഓർക്കണം. അവിടെ ചുറ്റും ശവശരീരങ്ങൾ, അത് മനുഷ്യരുടെ മാത്രമല്ല, കുതിരയുടെയും ആനയുടെയും മറ്റു മൃഗങ്ങളുടെ എല്ലാം ഉണ്ട്. അതിനിടയ്ക്കാണ് കിടക്കുന്നത്. ചോരപ്പുഴ ഒഴുകുകയാണ് ചുറ്റും. എങ്കിലും ഭീഷ്മ പിതാമഹൻ ആ ശരശയ്യെ പുഷ്പശയ്യ പോലെ കരുതി കിടന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഈ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചിരുന്നുകൊണ്ടും ആണ്. അങ്ങനെ ഗംഭീരമായ ഒരു ഭീഷ്മസ്തുതിയുണ്ട്. ആ ഭീഷ്മസ്തുതി എല്ലാവരും വായിച്ച് പഠിക്കേണ്ടതാണ്. മഹാഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലാണ് അത് വരുന്നത്. പിന്നെ കർണന്റെ കാര്യം പറയുമ്പോൾ അധർമ്മപക്ഷത്തായിരുന്നു, എങ്കിൽ പോലും വീരയോദ്ധാവാണ്. അംഗീകാരം ഒന്നും കിട്ടാതെ പോയ ഒരു മഹായോദ്ധാവ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്തും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലാണ് ഉദ്ധവഗീതയെ പറ്റി പറയുന്നത്. ശ്രീകൃഷ്ണനും ആത്മമിത്രവുമായ ഉദ്ധവർക്ക്, ശ്രീകൃഷ്ണ ഭക്തനാണ് അദ്ദേഹം, ആത്മമിത്രമായ ഉദ്ധവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉദ്ധവന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഉദ്ധവഗീത എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ മഹാഭാരതത്തിൻ്റെ ഏകാദശ സ്കന്ധം 11-ാമത്തെ സ്കന്ധത്തിലാണ് ഈ ഉദ്ധവഗീത പറയുന്നത്. 23 അധ്യായങ്ങളിലൂടെയാണ് ഉദ്ധവഗീത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിലാണ് ഈ ഭിക്ഷുഗീത, അവധൂതഗീത, ഐളഗീത മുതലായ ചെറിയ ചെറിയ ഗീതകളെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ദാർശനിക തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തികച്ചും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഉദ്ധവന് വേണ്ടി പറയുന്നത്. ഉദ്ധവൻ അപ്പോൾ അപേക്ഷിക്കുന്നു, ഭഗവാനെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഞാനും വരാം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഉദ്ധവരെ. നിങ്ങൾക്ക് മോക്ഷമില്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് മോക്ഷം. അതുകൊണ്ട് ബദരിയാശ്രമത്തിൽ പോകൂ, അവിടെ നിന്ന് എന്നെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഉദ്ധവർക്ക് മരണമില്ല, ഉദ്ധവരെ അതിന് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ മുമുക്ഷുക്കൾക്കുള്ള ഒരു മാർഗരേഖയാണ് ഉദ്ധവഗീത. അത് എല്ലാവർക്കും പഠിക്കേണ്ടതും കൂടെയാണ്. ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനും ഞാൻ വായിക്കുകയുണ്ടായി. ബൗണ്ട്ലെസ് ലവ് of Krishna. So it's actually a treatise which is overflowing with love and devotion for Lord Krishna. It's an independent translation of this book, Krishna Prema Prajarima, written by Sri, and this is done by Gurudat, son of Sri. Anyway, this is a translation work which is very successful.
and it is successful in capturing the bhava, that is feelings, of the original book. It is highly readable. It's a frequent page turner. So that way, the translation deserves a rich congratulations. Give him a big hand. അവസാനമായിട്ട് ഈ പുസ്തകത്തിന് കൃഷ്ണപ്രേമ പ്രചുരുമയ്ക്ക് ഒരു 2ാം വാല്യം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു ആശയതാണ്. ആധുനിക കാലത്ത് കൃഷ്ണഭക്തരുടെ കഥകളായിരിക്കണം ഇതിൽ എൻ്റെ ഒരു സജഷനുണ്ട്. ഉദാഹരണത്തിന് വില്ലുമംഗലത്ത് സ്വാമിയാരുണ്ട്, പൂന്താനം തിരുമേനി, ശ്രീ നാരായണ ഭട്ടതിരിപ്പാട്, ശ്രീ രാമാനുജൻ എഴുത്തച്ഛൻ, കുറൂരമ്മ, മീരാബായി, ചൈതന്യ മഹാപ്രഭു, ഇങ്ങനെ എത്ര ഭക്തരാണ് ആധുനിക കാലഘട്ടത്തിലുള്ളത്. അവരെക്കുറിച്ചുകൂടെ ശ്രീ ഒരു പുസ്തകം എഴുതണം. അത് അധികം താമസിയാതെ തന്നെ അത് കാര്യങ്ങൾ തുടങ്ങും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അധികം താമസിയാതെ തന്നെ അതിവിടെ പ്രകാശനം ചെയ്യപ്പെടട്ടെ. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ പുസ്തകവും വായനക്കാരുടെ സമക്ഷം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിട്ടില്ല. സാറ് ഇവിടെ ഈ പുസ്തകത്തിൻ്റെ സൃഷ്ടി രഹസ്യം പറഞ്ഞു, ഇല്ലേ? സൃഷ്ടി രഹസ്യം പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പിന്നിലൊരു പ്രപഞ്ച രഹസ്യമുണ്ട് എന്നുള്ളതാണ്. ഈ ഭാരത മണ്ണിൽ ജനിച്ച ജീവിക്കുന്ന സകല മനുഷ്യരുടെ ഉള്ളിലും ഉള്ള ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും രാധയും തന്നെയാണ്. അത് മാറ്റിമറിക്കാനാവില്ല. അത് പ്രകടമായി തുടങ്ങും, കൂടുതൽ പ്രകടമായി തുടങ്ങും. അതിലൊന്നാണ് ഈ പുസ്തകം. ഇത് കലിയുഗ ഗീത, അതിൽപ്പെട്ട ഒന്നാണ്. ഇഷ്ടം പോലെ ഗീതകൾ, കലിയുഗ ഗീതകൾ ഇവിടെ ഇനിയും സൃഷ്ടിക്കപ്പെടും. ശ്രീ വിചാരിച്ചാലും തടയാൻ പറ്റില്ല, എഴുതില്ല എന്ന് വിചാരിച്ചാലും പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ശരി, ഉള്ളിൽ ഉറങ്ങുന്ന ആ ഈശ്വര ചൈതന്യം പ്രകടമാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനിയും ഒട്ടനവധി കലിയുഗ ഗീതകൾ പ്രചരിക്കട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ഭക്തവ്യക്തിത്വങ്ങളെ നമസ്കാരം. ഈശ്വര സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. എന്താ വെച്ചാൽ ജീവിതം സംസാര സാഗരം എന്നാ പറയാം. കടൽ യാത്രയോടെ ഉപയോഗിച്ചിരിക്കുന്നത്. കടലിൽ റോഡോ മാപ്പോ അല്ല സൈൻ ബോർഡോ ഒന്നുമില്ല. ജസ്റ്റ് മാപ്പും ജസ്റ്റ് നക്ഷത്രങ്ങളെ സൂര്യനൊക്കെ കണ്ടിട്ട് വേണം അവർക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, കോമ്പസും ഒക്കെ വെച്ചിട്ട്. എന്തെങ്കിലും ഒരു ആവശ്യമാണ്, ആപത്താണ്, ഒന്ന് കഴിഞ്ഞാൽ പോലും ആ കടലിൻ്റെ തിരമാലകളുടെ ശബ്ദത്തിൽ ഇതും കൂടെ അരിഞ്ഞ് ചേരും. ആരുമില്ല സഹായിക്കാൻ. കടൽ കൊള്ളക്കാരെപ്പോൾ വേണമെങ്കിലും വരാം, കടൽ ജീവികൾ അറ്റാക്ക് ചെയ്യാം, ഏതെങ്കിലും പാറക്കൂട്ടത്തിൽ പോയി ഇരിക്കാം, വല്ല സുനാമിയിലോ കൊടുങ്കാറ്റിലോ പോയി പെടാം. അതുപോലെയാണ്, അതുകൊണ്ടാണ് ജീവിതത്തെ സമുദ്രത്തോട് ഉപമിച്ചിരിക്കുന്നത്. അവിടെ ശാന്തമായിട്ട് സമാധാനത്തോടെ മനോബലം കൈവിടാതെ ധൈര്യമായിട്ട് എല്ലാ പരീക്ഷകളെയും എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കാനും പരീക്ഷണങ്ങളെ തരണം ചെയ്യാനും ഈ പരമാത്മ പ്രേമം അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഞാൻ വായിച്ചില്ല ബുക്ക്, പക്ഷേ ഇപ്പോഴും എല്ലാവരും പറഞ്ഞതിൽ നിന്നും അതേപോലെ പേരിൽ നിന്ന് തന്നെ ആ പരമമായ പരമാത്മ സ്നേഹം നമ്മളിലേക്ക് പകർത്താൻ ഈ പുസ്തകത്തിന് കഴിയും. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും മാനവ സമൂഹത്തിന് വളരെ വലിയൊരു അനുഗ്രഹമാണ്, സമ്മാനമാണ്. അത് രചിച്ച ശ്രീ സഹോദരിക്കും ദൈവദത്തിനും ആ കുടുംബാംഗത്തിനും അതിന് പ്രോത്സാഹനം കൊടുത്ത ദയാനന്ദ സാറിനും എല്ലാവർക്കും ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും അവരുടെ സ്നേഹവും താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നത് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം യഥേഷ്ടം ഉണ്ടാവട്ടെ. ഇനിയും നിരവധി പുസ്തകങ്ങൾ രചിക്കണം എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യൻ സാർ പറഞ്ഞ പോലെ ഞാനും പറയുന്നത്. ഈ കഴിവ് മാനവ
സമൂഹത്തിന് പ്രയോജനപ്രദമാകട്ടെ. ഇനി രചിക്കണം. നന്ദി. ഓം ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആരും വിട്ടുപോയത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രം പറയുന്നുണ്ട്. ഒന്ന്, ശ്രീമയെ ഇത്രയും കാലം ജനിച്ചപ്പോൾ തൊട്ട് അറിയാവുന്നുണ്ട്. ഇത് അമ്മ ഒരു എന്താ പറയുന്നത്, ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളുടെ എക്സ്പെർട്ട് അല്ല. ദിസ് ഈസ് എ ക്ലിയർ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ഓഫ് സ്പിരിച്വാലിറ്റി. അതായത് ഒരു കലാകാരൻ്റെ എക്സ്പ്രഷനാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഉള്ളിൽ അതിൻ്റെ എസെൻസ് ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലാസ്റ്റ് മൊമെൻ്റ് അല്ലേ, പ്രോബബ്ലി മൊമെന്റ്സ് ബിഫോർ ഡെത്ത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വിസ്ഡം ശ്രദ്ധിക്കുക. ഇതൊരു ചിന്തയല്ലേ. ഹാവ് യു എവർ റെഡ് തോട്ട്സ് ഇൻ ബുക്സ്, റൈറ്റ്? ഇതൊന്നും എഴുതപ്പെടാറില്ല. ഇതെല്ലാം നമ്മുടെ പോലും സിനിമകളിലൊന്നും ചിന്തകളാരും കാണിക്കുന്നില്ല. ഏത് ആർട്ട് ഫോമിലും കൂടുതൽ എഴുതപ്പെടുകയാണ്. ഇപ്പം ഏത് പുരാണങ്ങളാണെങ്കിലും കഥകൾ പറയുന്നു, കഥാപാത്രങ്ങളുടെ ഡയലോഗുകളെ പറ്റി പറയാറുണ്ട്, സംഭവങ്ങളെ പറ്റി പറയാറുണ്ട്. ചിന്തകൾ ഈസ് ടു റൈറ്റ് ഡൗൺ തോട്ട്സ് ഈസ് സോ ഡിഫിക്കൽട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് that itself is the height of Sri Ma's writing. അത് ശ്രദ്ധിക്കുക. സാർ പറഞ്ഞ കഥാപാത്രങ്ങളിലേക്ക് ചെല്ലുകയാണ്. ബേസിക്കലി കഥാപാത്രങ്ങളെ ആവാഹിച്ച് കഥാപാത്രമായി മാറിയാണ് കഥാകാരി ആദ്യം ഫസ്റ്റ് സെക്ഷൻ എഴുതുന്നത്. അതിനുശേഷം പുറത്തിറങ്ങി എഴുത്തുകാരി എന്ന നിലയിൽ ആ കഥാപാത്രം പറഞ്ഞ കാര്യങ്ങളെ വിശകലനം ചെയ്യണം. ഒന്നാമത് ചെയ്യുക. 2 തരങ്ങളിലാണ് അതിനെ ഓരോ ക്യാരക്ടറിനെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ളത് വിശകലനം കൂടുതലായിട്ട് വായിക്കാൻ മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു സാധനം ടോക്കൺ ഓഫ് ലവ് ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഒരു ടേസ്റ്റ് അറിയാനാണ്. സാധാരണ പുസ്തക പ്രകാശനത്തെക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നതിനേക്കാളും എല്ലാവരും പറയുന്നത് എഴുത്തുകാരെ പറ്റി, എഴുത്തുകാരുടെ പുസ്തകത്തെ പറ്റിയും അതിലെ വാക്കുകളെ പറ്റിയാണോ. ആ വാക്കുകളെ ടേസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ടോക്കൺ ഓഫ് ലവ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇപ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെത്തിയതിനു ശേഷമോ ഇതിന്റെ പുറകിൽ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ചാപ്റ്റർ, ഓരോ ചാപ്റ്ററിനെയും വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഓരോ ഇമേജറി. അതിന്റെ ആ ചാപ്റ്ററിൽ ആ കഥാപാത്രത്തിന്റെ ചിന്തകളുടെ ഒരു 2-3 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ എഴുത്തുകാരി എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്, ബട്ടണൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കഴിയുമ്പോൾ അവിടെ സിസ്റ്ററും വൈഫോടെ നിൽക്കൊണ്ട് പുറത്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ പുസ്തകം നേരിട്ട് വാങ്ങിക്കാം. പിന്നെ വേറൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന് ഇതിന്റെ ഡിജിറ്റൽ ബുക്ക്, അതായത് ഈ ബുക്ക് എന്നൊരു ആശയമുണ്ട്. അതായത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ പുസ്തകം വായിച്ചു, ഫിസിക്കൽ ബുക്കാണ്. ഈ ബുക്ക് കൊണ്ട് നടക്കാന്നൊരു പ്രശ്നമാണല്ലോ. അതായത് അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ, എനിക്ക് വായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വായിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ദേവ സാറൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ, മരണപ്പെട്ട ശബ്ദം എന്നൊക്കെയാണ് പറയുന്നത് സാറ്. അപ്പോൾ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എപ്പോഴും എങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും എവിടെ വെച്ചുകൊണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതിന് ഈ ബുക്ക് എന്ന ഫോർമാറ്റിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് ഞങ്ങളത് ഫസ്റ്റ് ലോഞ്ച് കൂടെ ആയതുകൊണ്ട് ഈ ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം ഈ പുസ്തകങ്ങളുടെ എല്ലാം ഓരോന്ന് വാങ്ങിക്കണം. അതും അതിന്റെ ഈ ബുക്കോ അല്ലെങ്കിൽ 2 ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 500 റുപ്പീസിനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് ഈ ഓരോ പുസ്തകങ്ങളും അതിന്റെ ഈ ബുക്കുകളും പിന്നെ ഈ കണ്ട ഓരോ ചിത്രങ്ങളുടെ ഡിജിറ്റൽ കോപ്പികളും നേരിട്ട് അയച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണ് കുറെ കഷ്ടപ്പെട്ടു ഇതൊക്കെ ഒന്ന് ഈ ഫോമിലേക്ക് ആക്കി എത്തിക്കാൻ. അപ്പൊ അത് വായിച്ചാലേ നിങ്ങൾക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഐ റിയലി ഇൻവൈറ്റ് യു. നമ്മുടെ ഈ പ്രോഗ്രാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാം ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ആ പുസ്തകങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ചെല്ലുക, മറിച്ചു നോക്കുക, താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ജിജി കോശി ജോർജ്. SPTയിലെ ഒരു ആ കുടുംബത്തിലെ ഒരു അംഗമാണ്. പ്രിയപ്പെട്ട PC തോമസ് സാറും പ്രസന്നകുമാറും വിജയൻ സാറും ശ്രീയും ഒക്കെയുള്ള കുടുംബത്തിലെ ഒരു അംഗം. അതിനു മുമ്പ് ശ്രീ സുബ്രഹ്മണ്യം വിട്ടുപോയത് ക്ഷമിക്കുക. ഞാൻ മുന്നോട്ട് വരാതിരുന്ന എന്താ വെച്ചാൽ എനിക്ക് ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം അല്ല എന്നതുകൊണ്ടാണ്. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം ശ്രീ എന്നുള്ള വ്യക്തിയെ കുറിച്ച്. SPT ഇപ്പോൾ എല്ലാ 4 വർഷങ്ങളായിട്ട് SPTയിൽ പണ്ട് ജോലി ചെയ്തവര്, ഇപ്പോൾ SPTയിൽ ജോലി ചെയ്തിപ്പോൾ SBI ജോലി ചെയ്യുന്നവര്, റിട്ടയർ ചെയ്തവരുടെ ഒരു സംഗമമുണ്ട്. അതിന്റെ ആദ്യകാലം മുതൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന്റെ ഒരു മെമ്പർഷിപ്പോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ. ഈ ഒരു പേരിന് ഒരു പ്രത്യേകതയുണ്ട്.
ഇന്ന് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ സാറേ എന്തോ മിസ് ചെയ്തു പോയി, ശ്രീ കഴിഞ്ഞ് സാറൊന്നും ഇട്ടിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഒന്നുകൂടെ അതൊന്ന് വായിച്ചു നോക്കൂ, PG ശ്രീ എന്നല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്ത് രചിച്ച പുസ്തകം, അതിന് സ്വന്തം മകൻ തന്നെ അതിനൊരു വിവർത്തനം ചെയ്തത്. ഞാൻ എന്നും ആരാധിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് പ്രസന്നകുമാറും സുബ്രഹ്മണ്യം സാറും. അവർ പറഞ്ഞതൊക്കെയും ഞാൻ ശ്രദ്ധിച്ചു കേട്ടത്. അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ രണ്ട് കൃതികളാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ശ്രീ എന്നുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല ഒരു പുരസ്കാരമാണ്. ഗുരുദത്തിന് അതൊരു വലിയ പുരസ്കാരമാണ്. ഇനിയും സുബ്രഹ്മണ്യം പറഞ്ഞ പോലെ ഇതിന്റെ അടുത്ത വാല്യങ്ങൾ ഉണ്ടാകട്ടെ. വേദിയിലുള്ള സുജാതൻ ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവരെല്ലാവരും ഉള്ള ഒരു വേദിയിൽ ഇത് പ്രകാശനം ചെയ്തത്, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മറ്റ് വ്യക്തിത്വങ്ങൾ, ഇവരെല്ലാം ഉള്ള ഒരു വേദിയിൽ ഇത് പ്രകാശനം ചെയ്യാൻ സാധിച്ചത്, ബ്രഹ്മകുമാരി സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരും ഉള്ള ഒരു വേദിയിൽ ഇത് പ്രകാശനം ചെയ്യാൻ സാധിച്ചത് ശ്രീയുടെ ഒരു ഭാഗ്യമാണ്. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എന്നെയും ഇതിൻ്റെ ഒരു ഭാഗമായി ശ്രീ പ്രത്യേകം ക്ഷണിച്ചു, വന്നെത്താൻ സാധിച്ചു. അതൊരു ദൈവനിമിത്തമാണ്. എല്ലാ വിജയങ്ങളും ശ്രീക്കും ഗുരുദത്തിനും ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളെ, ആത്മമിത്രങ്ങളെ, സഹോദരങ്ങളെ, മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ധന്യമായ ദിവസം തന്നെയാണ്. ഞാൻ ഏതോ ഒരു യാത്രയിലൂടെ ഇങ്ങനെ കടന്നുപോയി അവസാനത്തെ ഒരു പരിസമാപ്തി എന്ന് പറയുന്ന പോലെ ഈ രചന അങ്ങനെയായിരുന്നു. ഒഴുക്ക്, അതിൻ്റെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. സാറ് പറഞ്ഞല്ലോ, സാറിനോട് ഞാൻ എല്ലാം കൺവേ ചെയ്തിട്ടുണ്ട്, കേട്ടു സാറിനോട്. അപ്പം പിന്നെ ദേവസാറിന് അറിയാം, സാർ എപ്പോഴും അച്ഛനെ വന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്, ഓരോ ദിവസം സാറിനറിയാം. അപ്പോൾ അച്ഛന് ഈ ഒരു കൃതിക്ക് ട്രിഗറായിട്ടുണ്ട്. പിന്നെ ചേട്ടന്, എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, കൃഷ്ണനെ പറ്റി മാത്രം ഒരു ബുക്ക് എഴുതും, കവിത എഴുതാൻ പറയുമായിരുന്നു. കവിതാ ബുക്ക്. ഞാൻ രണ്ടെണ്ണം കവിതാ സമാഹാരം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തെഴുതാനാ, കൃഷ്ണനെ പറ്റി എല്ലാവരും പാടിപ്പോഴത്തി ഇനി എന്തെഴുതാനുണ്ട് എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ അപ്പോഴാണ് ഈ ഒരു അച്ഛൻ്റെ അവസ്ഥയിൽ, അച്ഛൻ ഗുരുഭക്തനെ, ഞങ്ങൾ ഗുരുമാതൃകളാണ്, ഗുരുഗീത എന്തും ചൊല്ലും. അച്ഛൻ ആ ഗുരുഗീത ചൊല്ലുന്ന ആ ഒരു ദയനീയ രൂപമുണ്ട്. ഈ 10 മാസം കിടന്ന് നാക്കൊക്കെ തിരിയാതായിപ്പോയി. പക്ഷെ എന്നും കാണാതെ ചൊല്ലുന്നതായിരുന്നു 2 നേരം. അത് എന്നെ ഭയങ്കരമായിട്ട് തന്നെ, ഞാനത് ചൊല്ലിക്കേൽപ്പിക്കും ഇങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഭഗവാനും ഭക്തനും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയാണ് നമുക്ക് പ്രകടമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു വിസ്തം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ വിസ്തമാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ പോലെ ഞാൻ കൃഷ്ണനെ ഭക്തി മാത്രം എഴുതാം. അച്ഛൻ്റെ ഈ വിഷമം കണ്ടിട്ട് എനിക്കൊന്ന് ഡൈവേർട്ട് ചെയ്യണം എൻ്റെ മനസ്സിനെ. നമുക്ക് അച്ഛനെ ഒരു ദിവസം പെട്ടെന്നാണ് 10 മാസം കഴിഞ്ഞ് ഞാനും മോനും അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങളെ നോക്കിക്കൊണ്ട് തന്നെയാണ് പോയത്. അത് ശരിക്കും ഒരു നിശബ്ദമായ ഒരു വിട പറയൽ. ആ വലിക്കും ഒന്നും ചെയ്തില്ല. പക്ഷെ കിടപ്പായിരുന്നു, ഹോം നേഴ്സ് ഉണ്ടായിരുന്നു നോക്കാനായിട്ട്. ശാരീരികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് നോക്കി ഒന്നും ചെയ്തില്ല. എൻ്റെ മോള് ഗുരുത്തിൻ്റെ വൈഫ് അർച്ചന ഒക്കെ വീട്ടിൽ തന്നെയുണ്ട്. എൻ്റെ മോള് വീട്ടിലില്ലല്ലോ. എന്നാലും പിള്ളേർ നന്നായിട്ട് അച്ഛനെ നോക്കിയിട്ടുണ്ട്. എല്ലാവരും സർവീസ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ എല്ലാ കാര്യത്തിനും എൻ്റെ 39ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ കേട്ടോ. ഇത്രയും നാൾ അച്ഛനും മോനെ കിട്ടിയതുപോലെയാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പൊ ആ മകന്റെ നഷ്ടം അച്ഛന് അനുഭവിച്ചിട്ടില്ല. മകനില്ലാത്ത അവസ്ഥ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അനുഭവിച്ചിട്ടില്ല. എല്ലാ ക്രെഡിറ്റും ഞാൻ ചേട്ടനെ തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ എഴുതുന്നതിനും പ്രചോദനമുണ്ട്. പക്ഷെ എനിക്ക് ഉള്ളിൽ ട്രിഗർ ആവുന്നത് എല്ലാത്തിനും എനിക്ക് ഇങ്ങനെ ഇട്ട് തരും. ഈ ബുക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാ സ്നേഹങ്ങളും എന്നിൽ ട്രിഗർ ആയിട്ടുണ്ട്. ഭാഗ്യത്തിന് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ കുറെ ആത്മാവിഷ്കാരം വരും എങ്ങനെ എഴുതിയാലും. പക്ഷെ കുറെ ഭാവന വരും. അങ്ങനെ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ അതാണ്. കവിതാ ബുക്കുകൾ ഞാൻ റാൻഡമായിട്ടൊക്കെ എഴുതി. അതും അച്ഛൻ സുഖമില്ലാതെ 2 വർഷം മുമ്പ് 2-3 വർഷം മുമ്പ് വേറെ അസുഖങ്ങളായിട്ട് ബെഡ് റിട്ടേൺ ആയ സമയത്ത് ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നിട്ടുണ്ട്. അന്ന് ഹോം നേഴ്സ് ഇല്ല. അന്ന് നമ്മുടെ കൊറോണ ടൈമില്ല. ആരും താഴത്തോട്ട് പോലും വരും, എൻ്റെ അടുത്തോട്ട് ഇവരും പോലും വരത്തില്ല. അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാതെ രാത്രി ഇരിക്കുമ്പം എഴുതിയാണ് കവിതാ ബുക്കുകളൊക്കെ. അപ്പൊ അതിന്റെ ചിത്രങ്ങൾ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. അപ്പം ഇതിനുവേണ്ടി ഈ പ്രാവശ്യം നമ്മൾ എയുടെ സ്വാധീനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വരയ്ക്കും,
സ്കെച്ച് ഇട്ടിട്ട് ഏലോട്ട് കൊടുത്ത് നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ കിട്ടും. അത് മോനെ എന്നെ പഠിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ കുറെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എഴുത്ത് എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ കോളേജ് പഠിക്കുമ്പോഴൊക്കെ എഴുതി, ഞാൻ അതിൻ്റെ ഗുരുഭക്തി ഗാനമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഗുരുവിനെ നയിച്ചോണ്ട് പോയ ഒരു വിസ്തത്തിലോട്ട് കൊണ്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇത് തോന്നുന്നത് എന്നുവെച്ചാൽ നമ്മളൊരു യാത്രയാണ്. സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞാൽ എങ്ങനെ നിൽക്കുന്നില്ലല്ലോ, അത് സ്നേഹമാണ്, സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു യാത്ര ചെയ്ത് എന്നെ കൈയൊടിച്ചോണ്ട് പോയി ഒരു ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിയ പോലെയാണ് എനിക്ക് കൃഷ്ണ ഭഗവാനെ അറിയാത്ത ആളൊന്നുമില്ല. ഈ മോൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഉണ്ണികൃഷ്ണനെ പോലെ കുഞ്ഞെന്നൊക്കെ വിചാരിച്ചിട്ട് അന്ന് ഞങ്ങൾ ഗുരുമാർഗത്തിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് കുറെ കാലം നമ്മൾ അമ്പലങ്ങളിൽ പോലെ ഇപ്പോഴും ഗുരുമാർഗം എല്ലാ മാർഗവും ഒന്നാണെന്നുള്ള ഇതിലേക്ക് വന്നു. അതായത് എല്ലാം ചെയ്ത് എത്തുന്ന ഒന്നിലാണ്. ഗുരുമാർഗമാണ്, ഗുരു നമ്മളെ നയിക്കുവാണ്. പോകുന്ന സ്ഥലത്തോട്ട് എവിടെയാണോ നമ്മൾ എത്തേണ്ടത് അങ്ങോട്ട് നയിക്കാം. ലൂസായിട്ട് നിന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യം ഡൗൺലോഡ് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിസ്തത്തിലൂടെയുള്ള ഒരു യാത്രയെന്ന് പറയാൻ പറ്റും. ഇപ്പോഴും അറിയില്ല, അത് തുടങ്ങിയിട്ട് പോലുമില്ല. കൃഷ്ണന്റെ വിസ്തം എന്ന് പറഞ്ഞ ഒരു ഡോർ മാത്രമാണെന്ന് എനിക്ക് തോന്നി. ഭഗവാനും ഈ ഇതുവരെ കൊണ്ടുവന്ന ഗുരുഭൂതന്മാരും ഈ പിന്നെ നമ്മൾ ഈ സ്നേഹാനുഭവങ്ങളും എല്ലാം നമ്മൾ ഇനി കൊണ്ടുപോകാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ എഴുത്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആ ഭക്തരുടെയൊക്കെ ഞാൻ എഴുതി 22 പേരുടെയാണ് എഴുതി വെച്ചത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവരെല്ലാം ഭഗവാന്റെ സമകാലീനരല്ല. 18 ഒരു പുസ്തകത്തിന് ആവശ്യത്തിന് ഇതായി. അത് പിന്നെ സാറ് പറഞ്ഞ പോലെ പിന്നെ ഞാൻ നിർത്തുമായിരുന്നു. ഇനി എഴുതുന്നില്ല ഉടനെ ഒന്നും പറഞ്ഞു തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇതുപോലെ ട്രിഗർ എന്തെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ എഴുതിപ്പോവും. എഴുതിയതൊക്കെ ഉണ്ട്, കുറച്ച് ലിപ്സ് ഒക്കെ ഉണ്ട്. അത് മോനാണെങ്കിൽ അവർ ഈ ബുക്കൊക്കെ ഉണ്ടാക്കിക്കോളും എന്ന് വിചാരിച്ചായിരിക്കും. ഞാൻ ചിലപ്പോൾ എൻ്റെ കാലശേഷമായിരിക്കും ഈ ബുക്കായിട്ടൊക്കെ വരുന്നത്. അങ്ങനെയുള്ളൂ. ഇത് സത്യത്തിൽ എഴുതാനായിട്ട് എഴുതുന്നതല്ല. അങ്ങനെ അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു അങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ഈ നമ്മുടെ ഈ പുസ്തക പ്രകാശന പരിപാടി ഇത്രയും ഗംഭീരമാക്കി ഞങ്ങളുടെ കുടുംബത്തിലും മോനും എല്ലാവർക്കും അനുഗ്രഹ വർഷം ചൊരിയുമായിരുന്നു. വേദിയിലിരിക്കുന്നവരും എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഇവിടെ ഇരിക്കുന്നവരും എൻ്റെ SBT കുടുംബാംഗങ്ങളാണ്. ഞങ്ങൾ സഹോദരങ്ങളെ പോലെയാണ്. ഒരു കുടുംബത്തിലെ SBT എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അന്നദാതാവ് ഇപ്പോഴും നമ്മൾ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ഒരു പീക്കിലാണ് ഞാനിപ്പം. എന്നുവെച്ചാൽ എല്ലാം സ്നേഹത്തിൻ്റെ മറോളങ്ങളാണ്. എല്ലാവരും ഓരോ രീതിയിൽ എന്നിലേക്ക് സ്നേഹം പകർന്നിട്ടുണ്ട്. അതിന്റെ അളവും തൂക്കമൊന്നും വ്യത്യാസം കാണുമല്ലോ, അത്രേ ഉള്ളൂ. പക്ഷെ അതെല്ലാം നമുക്ക് ട്രിഗർ ആവുകയും ചെയ്യും. അപ്പൊ ആദ്യം തന്നെ എന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന കിളിരൂർ രാധാകൃഷ്ണൻ സാറിന് ഈ ആദ്യത്തെ പുസ്തകം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. പക്ഷെ സാറ് ഗ്രാൻഡ് ബുക്സ് ആയിരുന്നു, പക്ഷെ സാറ് അത് വായിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ അച്ഛൻ കിടപ്പായതുകൊണ്ട് അത് ഇടിപിടിയുന്നൊരു ഇതായിരുന്നു. സാറിനെ പോയി കാണാൻ പറ്റി. രണ്ടാമത്തെ ബുക്ക് മുതൽ പുഴുഗീനങ്ങൾ മുതൽ പിന്നെ എൻ്റെ കൂടെ തന്നെയുണ്ട് സാറ്. ഈ സാഹിത്യരംഗത്ത് എൻ്റെ വഴികാട്ടിയാണ്, ഗുരുവാണ്. പിന്നെ എല്ലാവരും പറഞ്ഞല്ലോ, സാറ് തന്നെ പറഞ്ഞല്ലോ, ജയകുമാർ സാറിനെ എനിക്ക് വിജയൻ സാറാണ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ വെറുതെ ഫോൺ കോളിലാണ് എനിക്ക് സാർ എഴുതുന്നത്. ഒരു ഫോൺ കോൾ മാത്രമേ ചെയ്തോളൂ. ഞാൻ സ്ക്രിപ്റ്റ് അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കവിതയ്ക്ക് ഇത് ഞങ്ങൾ നേരിട്ട് കൊണ്ടുകൊടുത്തു. അങ്ങനെയാണ് ഇതിൽ എഴുതി തന്നെ. പക്ഷെ അങ്ങനെയൊക്കെ കണക്ഷൻസ് വരുമായിരുന്നു. പിന്നെ സി രാധാകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ചേട്ടനാണ്, നമ്മുടെ കിളിരൂർ സാറിൻ്റെ. അപ്പോൾ സാറ് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഞാൻ ചേട്ടനെ കൂടെ പോയി കണ്ടു. അപ്പോൾ അങ്ങനെ കണക്ഷൻസ്. പ്രസന്നകുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആദ്യത്തെ 2 ബുക്കിനും അതെനിക്കൊരു അത്ഭുത സംഭവമായിരുന്നു. ഞാനീ കുത്തിക്കുറിക്കുന്നതും എൻ്റെ മനോവികാരങ്ങളൊക്കെ മനുഷ്യർക്ക് വായിക്കാൻ കൊള്ളൂ, വല്ലതും മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് അച്ഛന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്തും ഞാൻ എല്ലാം എൻ്റെ ഈ മൊബൈലിലാണ് എഴുത്തൊക്കെ. അപ്പം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് സാറിന് അയച്ചു കൊടുത്തു. അപ്പം സാറ് പെട്ടെന്ന് തന്നെ 1 മാസം, എനിക്ക് ഒരു ഗുരുപൂർണിമ ദിവസമാണ് പ്രസന്നകുമാർ സാറിനെ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഈ അവതാരി വന്നത്. ഞാൻ എട്ടിപ്പോയി, ഇതുപോലെ ഒരു അവതാരി എന്നെ ആ വിശകലനം. അതുപോലെ തന്നെ സാറിൻ്റെ എൻ്റെ ഫ്രണ്ടാണ് VV കുമാർ സാർ. മറക്കാൻ പറ്റില്ല, ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് വരാത്ത, അല്ലെങ്കിൽ വിജയ് സാറിനോട് പറഞ്ഞേനെ. സാർ ആദ്യത്തെ പുസ്തകത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആണ് ഈ പറഞ്ഞ. ഇപ്പം അങ്ങനെ ഒരു പരമ്പര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സാറിന് ഇവിടെ വന്ന് പങ്കെടുത്തതിലും ഇതിനെ നയിച്ചതിലും അനുഗ്രഹ വർഷം ചൊരിഞ്ഞതിലും സാറിന് രാധാകൃഷ്ണൻ സാറിന് എല്ലാവിധ നന്ദിയും എൻ്റെ പേരിലും നമ്മുടെ കുടുംബത്തിൻ്റെ പേരിലും നമ്മുടെ സദസ്സിൻ്റെ പേരിലും എല്ലാം നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഇല്ലെങ്കിലും സി രാധാകൃഷ്ണൻ സാറിന് നമ്മുടെ സ്നേഹവും നന്ദിയും അറിയിക്കണം വിസിബിളായിട്ട്. പിന്നെ കെ ജയകുമാർ സാറിനും സാറ് ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്നോട് കാണുന്നില്ല, ഈ പറയുന്ന ഇൻവിസിബിളായിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ തന്നെ കുറച്ച് നാളുകളായിട്ട് ദയാൽ സാറിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ
എനിക്ക് എന്തുമാത്രം ഇന്നറായിട്ട് ഗൈഡൻസ് തന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ എപ്പോഴും തൊട്ടടുത്തൊക്കെ സംസാരിക്കാം. എനിക്ക് ഒന്നാമത് എന്നെ സ്വാധീനിച്ചതെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ധൈര്യമാണ്. ഈ ഒരു ഹീറോയാണ്, ഒന്നിനെ ഭയമില്ല. ഈ ഫിയർലെസ്നെസ് വന്നാലേ സ്പിരിച്വാലിറ്റി പോലും ഉണരുള്ളൂ. ഫിയർ ഉള്ളിടത്ത് സ്പിരിച്വൽ ആകാൻ പറ്റും. അതിൻ്റെ പാഠം സാറ് പറയാതെ പറഞ്ഞ ഒരുപാട് പാഠങ്ങൾ ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് ഒരുപാട് നോളജ് ഉള്ളതാണ്. എന്നെ സ്വാധീനിച്ച കാര്യം, സാറിനെ പറ്റി ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് നമ്മുടെ ഒഴുകീതങ്ങളിൽ, പറഞ്ഞാലും തീരൂല. അപ്പോൾ സാറിൻ്റെ സാന്നിധ്യത്തിനും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്തതിലും സംസാരിച്ചതിലും എൻ്റെ പേരിലും നമ്മുടെ കുടുംബത്തിൻ്റെ പേരിലും സുഹൃത്തുക്കളുടെ പേരിലും എല്ലാം നന്ദി പറയുന്നു. പിന്നെ പി സി തോമസ് സാറ് എന്നെ പരിചയപ്പെടുന്ന പറഞ്ഞല്ലോ സാറ്. ഈ ആദ്യത്തെ പുസ്തകത്തിൻ്റെ കാര്യം ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലിട്ട്, ഞങ്ങളുടെ പെൻഷനേഴ്സ് ഗ്രൂപ്പിൽ, അതിൽ കണ്ടുകൊണ്ട് സാർ എന്നെ വിളിക്കുവാണ്. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ കൊണ്ട് ബുക്ക് വീട്ടിൽ കൊടുക്കുക, ഞാൻ ചേട്ടനെ കൂടെ അല്ലേ, നമ്മൾ ആദ്യത്തെ ബുക്ക്. അത് കഴിഞ്ഞ് സാർ അതിനൊരു ഇംഗ്ലീഷ് വിവർത്തനം വിസ്പേഴ്സ് ഓഫ് സേക്രഡ് ലവ് എന്ന്, അത് സ്നേഹ മന്ത്രണങ്ങളുടെ ട്രാൻസ്ലേഷൻ ചെയ്തായിരുന്നു സാർ. അത് രണ്ടും നല്ലതായിട്ട് വായിച്ച് നന്നായിട്ട് പഠിച്ചൊരു നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് എന്നോട് ഡിസ്കസ് ചെയ്തു, ഫീഡ്ബാക്ക് തന്നു. അപ്പം അതിന് ഇത്രയൊക്കെ വലിപ്പമുണ്ടോന്ന് പോലും നമ്മളൊന്നും ചുമ്മാ എഴുതിപ്പോയതാണ് മനസ്സിലുള്ളതൊക്കെ. അപ്പം അങ്ങനെ തന്നെ എന്നെ ഇന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുസ്ഥാനീയനായ സാറിനും ഇവിടുത്തെ സാന്നിധ്യത്തിനും എല്ലാവിധ നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ ദീർഘകാലമായിട്ട് എൻ്റെ സുഹൃത്താണ് വിജയ് സാറ് ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന്, ശരിക്കും പറഞ്ഞാൽ എസ് പി ടി കുടുംബത്തിലെ സഹോദരങ്ങളാണ്. എൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്നു സാറ്, ഞാൻ ക്ലറിക്കലായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോഴും സൗഹൃദം തുടരുന്നു. സാറ് ഇവിടെ വന്ന് പങ്കെടുത്ത് പുസ്തകം സ്വീകരിച്ചു. നമ്മൾ കുടുംബപരമായിട്ട് പിള്ളേരെ എല്ലാവരും അറിയാം, വൈഫിനെയൊക്കെ. അപ്പോൾ സാറിനും ഇവിടെ വന്നത്ര ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ സകലവിധ നന്ദി പറയുന്നു. പിന്നെ ഈ നമ്മുടെ മലയാളം പുസ്തകം പ്രസാദനം ചെയ്തത് പ്രസന്നകുമാർ സാറാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് പ്രസന്നകുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞു. സാറ് ആദ്യമായിട്ട് എനിക്ക് തന്നെ സാറിന് അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോയെങ്കിലും ആ സാന്നിധ്യം ഇവിടെ എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പോയത്. പിന്നെ ആർട്ടിസ്റ്റ് സുജാത സാർ എന്ന് പറഞ്ഞാൽ എന്നെ ചേട്ടൻ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ കലാഹൃദയവും ശില്പിയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഭയങ്കര ഒരു മഹനീയമായ സാന്നിധ്യം തന്നെയാണ്. അതും വളരെ അധികം സ്നേഹത്തോടും സാറിനോട് നന്ദി പറയുന്നു ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത്. പിന്നെ ഇവിടെ പ്രമുഖരെല്ലാം ഈ വേദിയിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ ജിജി സാറൊക്കെ വന്നു, സുബ്രഹ്മണ്യ സാറിനെ മറക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ പരിചയപ്പെട്ടതാണ്. അത് പ്രസന്നകുമാർ സാർ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ സാറിനെ ഞാൻ വിളിക്കുന്നത്. സാർ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ സംസാരിക്കും. അത് ഇപ്പൊ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പരിചയമാണ്. പക്ഷെ സാറ് വളരെ ആത്മാർത്ഥമായിട്ട് അതിനെ പഠിച്ച് സംസാരിച്ചു, വളരെ അറിവുള്ള ആളാണ്. പക്ഷെ ഇതിലെ കീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും എല്ലാ ചാപ്റ്റർ വൈസ് പറഞ്ഞ് മനസ്സിലാക്കി തന്നതും എനിക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അതിന് ഇവിടെ വന്ന് പങ്കെടുത്തതിൽ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ബ്രഹ്മകുമാരി പങ്കജ സിസ്റ്റർ, അപ്പോൾ എൻ്റെ എസ് പി ടി സഹോദരങ്ങൾക്കെല്ലാം ഈ വന്ന് പങ്കെടുത്തതിൽ ഒരുമിച്ച് നന്ദി പറയുവാണ്, സ്നേഹവും നന്ദിയും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എത്തി, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദര സ്ഥാനീയർ ഒത്തിരി പേരുണ്ട്. പിന്നെ എൻ്റെ കൊച്ചുങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും സ്നേഹത്തിനും സാന്നിധ്യത്തിനും എല്ലാവരും ഉണ്ട് ഇവിടെ, ബന്ധുക്കള് മൊത്തം എല്ലാവർക്കും കൂടെ ഒരു നന്ദി, സ്നേഹവും എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാവണം. ഞങ്ങളുടെ സ്നേഹവും എല്ലാം എല്ലാവരിലേക്കും പകരുന്നു. ഇവിടെ വന്നതിൽ എല്ലാവർക്കും ഈ അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതുപോലെ അനുഗ്രഹ വർഷം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും. ഈ മനോഹരമായ ഈ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പിരിയാം.